ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുമ്പോഴൊക്കെയും നമ്മളെ അനുഗ്രഹിക്കാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഈ രാത്രിയിലും കരുണാസമ്പന്നനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംഭവബഹുലമായൊരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ ഒരു വർഷത്തെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ നീതിമാന്മാരായ പിതാക്കന്മാർ, വിശുദ്ധന്മാർ തങ്ങളുടെ വേല തികച്ച് നിത്യവിശ്രാമത്തിലേക്ക് പോയി ചേർന്നു. എന്നാൽ ജീവനുള്ള പ്രദേശത്ത് ദൈവം നമ്മെ സൂക്ഷിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സ്വർഗം ഇങ്ങനെ ഒരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ചില ഭാഗങ്ങളെ, ചില തിരുവെഴുത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലും ദൈവത്തിൻ്റെ കൃപയാലും ധ്യാനിക്കാം. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ ആഴങ്ങളും അവയുടെ നിവർത്തിയും എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ ചിന്തയ്ക്കായി തിരുവെഴുത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം വായിച്ചാൽ, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടും ആത്മാവൊരുക്കത്തോടും ഹൃദയവാഞ്ചയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട ഈ തിരുവെഴുത്ത് ശ്രോതാക്കളായി നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ അരിമ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് ശ്ലീഹ തൻ്റെ അന്ത്യനാളുകൾക്ക് മുൻപായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ കൃപായുഗ വിശുദ്ധന്മാരോട് തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ എന്നുള്ളത് എന്ത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപരേഖയാണ് അവിടെ താൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മനുഷ്യനാൽ ഭൂമിയിൽ വന്നിട്ടുള്ളതല്ല, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ മനുഷ്യൻ സംസാരിച്ചതാണെന്ന് തൊട്ടുമുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ദിനങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പഠിക്കേണ്ട വിഷയം വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ്. വേദപുസ്തകത്തിൻ്റെ ആഴം നമ്മൾ പഠിക്കുമ്പോൾ ഏറെക്കുറെ 1000-ഓളം പ്രവചനങ്ങളും 8000-ഓളം വാഗ്ദത്തങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന വിശുദ്ധ ബൈബിൾ. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ അനേക പ്രവചനങ്ങളുടെ നിര വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാം. ഈ ബൈബിൾ പ്രവചനങ്ങളുടെ ആഴങ്ങൾ പഠിക്കുന്നതിന് തൊട്ടു മുൻപായി ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിൻ്റെ ഒരു ചെറിയ രൂപരേഖ നമ്മുടെ മനസ്സിൽ വരച്ചുകൊണ്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഈ പ്രവചനങ്ങളുടെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മുൻപ് പല വിശുദ്ധന്മാരിൽ കൂടെയൊക്കെയും നിങ്ങളിത് കേട്ടിട്ടുള്ളതാണ്. ഞാനും മുൻഗാമികളായ വിശുദ്ധന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളതും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ ഉണർത്തിച്ചിട്ടുള്ളതുമായ ചില സത്യങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്നുള്ളതിനപ്പുറമായി വലിയ ആഴമായ അറിവോ പാണ്ഡിത്യമൊന്നും ഈ വിഷയങ്ങളിൽ എനിക്കുമില്ല. വിശുദ്ധ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചാൽ ഏറെക്കുറെ 1600-ഓളം വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ ഭൂമിയുടെ പല ദിക്കുകളിൽ ഇരുന്നാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ 39 പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഏതാണ്ട് BC 1500 തുടങ്ങി BC 400 വരെയുള്ള 1100ഓളം വർഷം കൊണ്ടാണ് പഴയ നിയമ ഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പഴയ നിയമ ഭാഗം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇത് ബൈബിളിൻ്റെ ഭാഗത്തേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ബൈബിൾ എന്നൊരു വാക്ക് അന്ന് ഉച്ചരിച്ചിരുന്നില്ല. ബൈബിൾ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പുസ്തകങ്ങളുടെ കൂട്ടം എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പഴയ നിയമ ഭാഗത്തിന് യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദ് എന്നായിരുന്നു അതിന് പേര് കൊടുത്തിരുന്നത്. പിൽക്കാലത്താണ് ഗ്രീക്കിൽ ഇതിന് ബൈബിൾ എന്നുള്ള വാക്ക് നൽകിയത്. എന്നാൽ പുതിയ നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഏതാണ്ട് AD 40 തുടങ്ങി AD 95 വരെയുള്ള 65 വർഷത്തിൻ്റെ ഉള്ളിലാണ് വിശുദ്ധ തിരുവെഴുത്തിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ വേണ്ടിയാണ് ഞാൻ നിർത്തി പറയുന്നത്. ഈ ബൈബിളിൻ്റെ ഒരു ചെറിയ രൂപരേഖ നമ്മുടെ മനസ്സിൽ വരച്ചുകൊണ്ട് വേണം നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചനങ്ങളുടെ ആഴങ്ങളെ പഠിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഏറെക്കുറെ 1600ഓളം വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ ലോകത്തിൻ്റെ വിവിധ ദിശകളിൽ ഇരുന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിൽ രാജാക്കന്മാർ എഴുത്തുകാരായിട്ടുണ്ട്, ഇതിൽ ആട്ടിടയന്മാർ എഴുത്തുകാരായിട്ടുണ്ട്, ഇതിൽ വൈദ്യന്മാർ എഴുത്തുകാരായിട്ടുണ്ട്, ഇതിൽ മുക്കുവന്മാർ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്. രാജാക്കന്മാരുടെ അരമന ഈ പുസ്തകം എഴുതുന്നതിന് പശ്ചാത്തലമായി തീർന്നിട്ടുണ്ട്. റോമന്റെ കാരാഗൃഹത്തിൽ കിടന്ന ചില ഭട്ടന്മാർ ചില ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാബേൽ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ചില ഭട്ടന്മാർ എഴുതിയിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ പല സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളവരാണ് ഈ വിശുദ്ധ ബൈബിളിൻ്റെ ഭാഗങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ പിൽക്കാലത്ത് ഈ ബൈബിൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ വിശുദ്ധന്മാർ ഇതിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നപ്പോൾ ഒരു വലിയ ചങ്ങലയുടെ കണ്ണികൾ തമ്മിൽ ചേർന്നിരിക്കും പോലെ ഒരു വാക്കിന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെയാണ് ഈ ബൈബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ വിശുദ്ധ തിരുവെഴുത്തിനെ കുറിച്ച് പറയുന്നത് ദൈവവചനം അത് ദൈവശ്വാസനീയമാണ്. ദൈവശ്വാസനീയമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളതും ദൈവം മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളതുമാണ് വിശുദ്ധ വചനം എന്നുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുരാതന കാലം തുടങ്ങി തന്നെ ബൈബിളിൻ്റെ ഒരു ഭാഗമായി നാമധേയ ക്രൈസ്തവ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് യാക്കോബ, സുറിയാനി സഭകൾ കാനോന് വലിയ പ്രാധാന്യം കൊടുക്കും. കാനോൻ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അളവുകോൽ എന്നാണ്. ദൈവം മനുഷ്യനെ അളക്കുവാൻ നിയമിച്ചിരിക്കുന്ന ആ അളവുകോൽ അല്ലെങ്കിൽ അവനെ തൂക്കി നോക്കുന്ന ത്രാസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ ടെസ്റ്റ്മെന്റ് എന്ന വാക്ക് ലാറ്റിൻ വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിയമമെന്നാണ്. പഴയ നിയമം പുതിയ നിയമം എന്ന 2 നിയമങ്ങൾ ചേർത്തതാണ് നമ്മുടെ പക്കൽ ഇപ്പോൾ ഇരിക്കുന്ന ബൈബിൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിൻ്റെ പ്രാരംഭത്തിൽ ഈ പഴയ നിയമത്തിലെ 39 പുസ്തകം പ്രാരംഭത്തിൽ ഏറെക്കുറെ 22 പുസ്തകങ്ങളായിരുന്നു. ബൈബിൾ പറയുന്ന എസ്രാ ശാസ്ത്രി എന്ന് പറയുന്ന ആ ലേവ്യനാണ് ഈ ബൈബിൾ അല്ലെങ്കിൽ യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് ഏകീകരിച്ചു കൊണ്ടുവന്നത്. എന്നാൽ പിൽക്കാലത്ത് ഈ പുസ്തകം ബൈബിൾ പഠന സൗകര്യത്തിന് വേണ്ടിയാണ് കാലക്രമം അനുസരിച്ച് ഇത് 39 പുസ്തകമാക്കിയിരിക്കുന്നത്. ബൈബിൾ പരിഭാഷയുടെ ഭാഗം നമ്മൾ പഠിച്ചാൽ ബൈബിളിൽ ഏറിയ ഭാഗവും പഴയ നിയമം എബ്രായ ഭാഷയിലും ചില അധ്യായങ്ങൾ ആരാമിക് ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിലെ ചില വാക്കുകൾ ആരാമിക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഏറിയ ഭാഗവും ഇത് എബ്രായ ഭാഷയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. ഏതാണ്ട് BC 332 ലോകപ്രശസ്തനായ മഹാനായ അലക്സാണ്ടറിന്റെ പടയോട്ടത്തിൽ താൻ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളിൽ, താൻ കോളനി വാഴ്ച നടത്തിയ എല്ലാ രാജ്യങ്ങളിലും ഗ്രീക്കിന്റെ സ്വാധീനത വളരെ ശക്തിപ്പെട്ടു.
അങ്ങനെ അലക്സാണ്ടറിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ അപ്പനായ ഫിലിപ്പ് ഈജിപ്തിൽ പണിതുയർത്തിയ അലക്സാന്ദ്രിയ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു പട്ടണത്തിൽ യഹൂദന്മാരിൽ ധനികരായ പലരും അവിടെ കുടിയേറി. അങ്ങനെ യഹൂദന്മാരുടെ സ്വാധീനത അവിടെ ഉണ്ടായപ്പോഴാണ് ഈ ബൈബിൾ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹൂദ മതഗ്രന്ഥമായ തൽമൂദിനെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ ഇടയായി തീർന്നത്. അക്കാലത്ത് ഏതാണ്ട് BC 285 തുടങ്ങി BC 247 വരെ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ടോളമി ദെൽഫാസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി തൻ്റെ ബുക്ക് സ്റ്റാളിൽ അല്ലെങ്കിൽ വായനശാലയിൽ ലോകപ്രശസ്തമായ എല്ലാ മതഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യഹൂദന്മാരുടെ മതഗ്രന്ഥം അവിടെയില്ല. ആ മതഗ്രന്ഥം നേടുന്നതിന് വേണ്ടി താൻ ചിലരെ യെരൂശലേമിലേക്ക് അയച്ചു. പക്ഷേ യെരൂശലേമിൽ അന്ന് യഹൂദന്മാരുടെ മതഗ്രന്ഥം ഗ്രീക്കിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ മതഗ്രന്ഥം തൻ്റെ പാഠശാലയിൽ അല്ലെങ്കിൽ തൻ്റെ പുസ്തകശാലയിൽ അത് വേണമെന്നുള്ള നിർബന്ധത്താൽ ഏറെക്കുറെ 70ഓളം യഹൂദ റബിമാരെ ഏലിയസർ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ കീഴിലാക്കി വളരെ വർഷങ്ങൾ കൊണ്ടാണ് ഈ എബ്രായ ഭാഷയിലുള്ള പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ നിർബന്ധ നിമിത്തമായിരുന്നു ആ എബ്രായ ഭാഷ, അബ്രഹാമിന്റെ ഭാഷയിൽ നിന്ന് ഈ പഴയ നിയമ ഭാഗങ്ങൾ പിൽക്കാലത്ത് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. 70 പേരടങ്ങി ദീർഘവർഷം കൊണ്ടാണ് ഇത് ചെയ്തത്. അതിനുശേഷം അനേക മഹാന്മാർ എഴുന്നേറ്റ് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് AD 200 പൈസീത്ത് എന്ന വാക്കോടുകൂടി അല്ലെങ്കിൽ ലളിതമായ എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കോടുകൂടി യാക്കോബ സുറിയാനി സഭയിലെ ഭക്തന്മാർ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തു. ആ ബൈബിൾ ട്രാൻസ്ലേഷൻ, ആ ബൈബിളാണ് ഇന്ന് ലോകത്തിൽ യാക്കോബ സുറിയാനി സഭയുടെ ആധികാരികമായ ബൈബിൾ. കാലങ്ങൾ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വാൾഗേറ്റ് എന്ന പേരോടുകൂടെ റോമൻ കത്തോലിക്കർ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തു. ഇന്ന് ഏറ്റവും പ്രശസ്തമായ 125 കോടി വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന റോമൻ കത്തോലിക്കരുടെ ബൈബിൾ ഈ വാൾഗേറ്റ് എന്ന ലാറ്റിൻ വാക്കോടുകൂടെ അല്ലെങ്കിൽ പ്രസിദ്ധമായത് എന്ന വാക്കോടുകൂടിയാണ് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. കാലങ്ങൾ പലത് കടന്ന ശേഷം ബ്രിട്ടീഷുകാരുടെ ഭാഷയായ ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തു. ഏതാണ്ട് AD 1382 ജോൺ വിക്ലഫ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ, അദ്ദേഹം ഒരു നവീകരണ ഭക്തനായിരുന്നു. അദ്ദേഹമാണ് ഈ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ അന്നത്തെ റോമൻ കത്തോലിക്കയിലെ പുരോഹിതൻ പോപ്പ് അദ്ദേഹത്തെ പിടിച്ച് സഭയുടെ ദ്രോഹി എന്ന് വിശേഷിപ്പിച്ച് തന്നെ അവസാനം കൊന്നുകളയുകയും താൻ മരിച്ച ശേഷം 30ഓളം വർഷം കഴിഞ്ഞ് തന്റെ അസ്ഥി മാന്തിയെടുത്ത് ചുട്ടരിച്ചതായിട്ടുമാണ് സഭാചരിത്രം പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഏതാണ്ട് AD 1535 വില്യം ട്രിനാഡ് എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ എഴുന്നേറ്റ് ഈ ഗ്രീക്ക് വാക്കിലുള്ള ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്, ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ബൈബിളിന്റെ ഒരു ചെറിയ രൂപരേഖ, നിങ്ങൾക്ക് ഒത്തിരിയൊന്നും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല, എങ്കിലും അതിന്റെ ചെറിയൊരു രൂപരേഖ നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെയും റോമൻ കത്തോലിക്കർ പിടിച്ച് തൂക്കിക്കൊല്ലുകയും തന്റെ ശവശരീരം ചുട്ടരിക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ പിൽക്കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരിൽ ഒരുവനായ കിങ് ജെയിംസ് എന്ന രാജാവ് ഇംഗ്ലണ്ട് രാജകൊട്ടാരത്തിൽ യഹൂദ റബിമാരെ വിളിച്ചു വരുത്തി നമ്മുടെ പക്കലിരിക്കുന്ന ബൈബിളിന് ഒരു ക്രമീകരണം ഉണ്ടായി. കത്തോലിക്ക ബൈബിളും നമ്മുടെ ബൈബിളും തമ്മിൽ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നമ്മുടെ ബൈബിളിനേക്കാൾ 10ഓളം പുസ്തകങ്ങൾ കൂടുതലാണ്. BC 20 തുടങ്ങി AD 70 വരെയുള്ള കാലയളവിൽ എഴുതപ്പെട്ടിട്ടുള്ള അപ്പോഗ്രിഫ എന്ന് പറയുന്ന 20ഓളം പുസ്തകം കത്തോലിക്ക ബൈബിളിൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന കിങ് ജെയിംസ് AD 1611 തന്റെ രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് നമ്മുടെ പക്കൽ ഇരിക്കുന്ന ബൈബിൾ ഈ ഓർഡറാക്കി നമുക്ക് കിട്ടിയത്.
അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിൽ കിങ് ജെയിംസ് വേർഷൻ എന്ന വാക്കാണ് എടുത്തെഴുതിയിരിക്കുക. നിങ്ങൾക്കൊരു ചെറിയ രൂപരേഖ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തത് നമുക്ക് ഭാരതീയ ഭാഷയുടെ പശ്ചാത്തലം പഠിക്കാം. ഭാരതീയ ഭാഷയിൽ എങ്ങനെയാണ് ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തത്? ഏതാണ്ട് AD 1800 കൽക്കട്ടയിൽ കാലുകുത്തിയ ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്ന വില്യം കേറിയാണ് ഇന്ത്യൻ ഭാഷയിലെ അല്ലെങ്കിൽ ബംഗാളി ഭാഷയിൽ ആദ്യമായി ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തത്. നമുക്കിവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് 125 രൂപയ്ക്ക് ബൈബിളും മേടിക്കും, ബാക്കിക്ക് കപ്പപ്പൊടി മേടിച്ചുകൊണ്ട് നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഭക്തന്മാരും ഇതിന്റെ പിന്നിൽ ആയിരങ്ങളുടെ ജീവൻ തീജ്വാലയിൽ എരിഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടാ, നമുക്കറിയാൻ താല്പര്യവുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും ഇതിന്റെ ആഴങ്ങൾ നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. എത്രയോ നീതിമാന്മാർ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചത്. സമ്പൽ സമൃദ്ധമായ തന്റെ രാജ്യം വിട്ടിട്ട് കൽക്കട്ടയിൽ കാലുകുത്തി തന്റെ 2 കുഞ്ഞുങ്ങളും ഐസിന്റെ മധ്യത്തിൽ കൽക്കട്ടയിൽ കിടന്ന് മരിച്ചു. തന്റെ ഭാര്യ ഒരു മാനസിക രോഗിയായി ചങ്ങലയിൽ കിടന്ന് മരിച്ചു. ആ മഹാനായ വില്യം കേറിയാണ് ബംഗാളി ഭാഷയിൽ ആദ്യമായി ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തത്. അത് ലൂക്കോസിന്റെ സുവിശേഷം മാത്രമാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ ചെയ്തത്. പിന്നെ കാലങ്ങൾ പലത് കടന്നുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നമ്മുടെ മലയാള ഭാഷയിലെ ട്രാൻസ്ലേഷൻ എപ്പോഴായിരുന്നു നമുക്ക് നോക്കാം. ഏതാണ്ട് AD 1811 സെറാംപൂർ സർവകലാശാലയിലെ കോളേജിലെ വൈസ് ചാൻസലർ ആയിരുന്ന ക്ലോളത്ത് എന്ന് പറയുന്ന ക്ലോഡിയാസ് ബുക്കർ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ക്ലോഡിയാസ് ബുക്കർ എന്ന് പറയുന്ന ഒരു CMSലെ ഒരു മിഷണറിയാണ് ആദ്യമായി മലയാളം ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ പറ്റിയ ഇത് തമിഴോടുകൂടെ ഇടകലർന്നത് കൊണ്ട് അക്കാലത്ത് അതിന് വലിയ പ്രാധാന്യം ഉണ്ടായില്ല. എന്നാൽ വീണ്ടും 1819 കോട്ടയത്തിനടുത്ത് വെച്ചാണ് നമ്മുടെ പക്കൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ ബൈബിൾ കല്ലക്ഷരത്തിൽ അച്ചടിശാലയുണ്ടാക്കി നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ ആഴം അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ഏതെല്ലാം ടൈപ്പ് ബൈബിൾ സൗകര്യാർത്ഥം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലും ഒക്കെ നമ്മൾ ബൈബിൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച ആ മിഷണറിമാർ അല്ലെങ്കിൽ വീരന്മാർ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ്. റബർ ബെഞ്ചമിൻ ബെയ്ലെ എന്ന് പറയുന്ന ആ ദൈവഭക്തനാണ് മലയാളത്തിൽ ആദ്യമായി ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് AD 1854 തലശ്ശേരിയിൽ നിന്ന് ഒരു ബൈബിൾ പുതിയ ട്രാൻസ്ലേഷൻ ഇറങ്ങി. പക്ഷെ അതിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല. എന്നാൽ 1889 ലണ്ടൻ മിഷൻ പ്രവർത്തകരും ഇപ്പോഴത്തെ മർത്തോമ യാക്കോബ സഭയുടെ ലീഡേഴ്സും കൂടെ ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ച് ബൈബിൾ, ഇക്കാലത്തെ ബൈബിൾ എന്ന വണ്ണം നമ്മുടെ പക്കൽ ലഭിച്ചു. അവരിൽ നിന്നാണ് ബൈബിൾ സൊസൈറ്റി എന്നൊരു പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നാം ഉപയോഗിക്കുന്ന ബൈബിളിന്റെ ചെറിയൊരു രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പുരാതന യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദിന്റെ ഭാഗമായിരുന്നു. പിൽക്കാലത്ത് ഇതിനെ ഗ്രീക്ക് വാക്കിൽ പുസ്തകങ്ങളുടെ കൂട്ടം എന്ന അർത്ഥമുള്ള ബൈബിൾ എന്ന പേര് നൽകി. ഏതാണ്ട് AD 1236 കാർഡിയോൻ ഹൂഗോ എന്ന് പറയുന്ന ഒരു വേദപുസ്തക പണ്ഡിതനാണ് ഇതിനെ അധ്യായങ്ങളായി തിരിച്ചത്. കാലങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1551 റോബർട്ട് സ്റ്റീവൻസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തനാണ് ഇതിനെ വാക്യങ്ങളായി തിരിച്ചത്. ഇന്ന് നമ്മൾ അധ്യായം വാക്യം എന്നൊക്കെ പറയുമ്പോൾ അതിവേഗം നമ്മൾ പോയി അത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇതൊക്കെയും വർഷങ്ങൾക്ക് മുൻപ് ഭക്തന്മാരായവർ കഠിനാധ്വാനം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വിശ്വസിച്ചു വരുന്ന അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ ഒരു ചെറിയ രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ പഠന വിഷയത്തിലേക്ക് പോകാം. വായിച്ചു കേട്ട തിരുവെഴുത്ത് ഇങ്ങനെയാണ്: എല്ലാ പ്രവചനങ്ങളും ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ലോകഭാഷയിൽ ഈ പ്രവചനം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആ വിഷയങ്ങളുടെ ആഴങ്ങൾ അറിഞ്ഞ്
മറ്റുള്ളവരെ അറിയിക്കുകയും വരും തലമുറയ്ക്ക് അവ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്കാണ് പ്രവചനം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അനേക പ്രവചനങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിച്ചാൽ ഏറെക്കുറെ 1000-ഓളം പ്രവചനങ്ങൾ ഉണ്ടെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ അനേക പ്രവചനങ്ങളെ നമുക്ക് കാണാം. ഈ പ്രവചനം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ബൈബിൾ പ്രവാചകന്മാരെ 2 ദിശകളിലാണ് തിരിക്കുന്നത്. പഴയ നിയമത്തിൽ ചില പ്രവാചകന്മാരുണ്ട്, അവർ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തവരാണ്. ഏലിയാവ്, എലീശ തുടങ്ങിയ പ്രവാചകന്മാർ, അവരുടെ പ്രവചന പുസ്തകം ബൈബിളിലില്ല, പക്ഷെ അവർ വലിയ അത്ഭുതങ്ങൾ ചെയ്ത പ്രവാചകന്മാരാണ്. എന്നാൽ യെശയ്യാവ് തുടങ്ങി മലാക്കി വരെയുള്ള പ്രവാചകന്മാരുടെ നിര നിങ്ങൾ നോക്കിയാൽ അവരാരും അത്ഭുതങ്ങൾ ചെയ്തവരല്ല. യെശയ്യാവോ, യിരെമ്യാവോ, ദാനിയേലോ, ഹോശയ്യാവോ, സഖരിയാവോ ഒന്നും തന്നെ അത്ഭുതങ്ങൾ ചെയ്തവരല്ല. പക്ഷേ വരുവാൻ പോകുന്ന സംഭവങ്ങളുടെ ആഴങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലും അവരുടെ ഗാഠനിദ്രയിൽ ലഭിച്ച ദർശനങ്ങളിൽ കൂടെയും സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യത്തിലുമാണ് അവർ ഈ വലിയ പ്രവചനങ്ങൾ എഴുതി ചുരുളിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ പ്രവാചകന്മാർ 2 നിലവാരത്തിലാണ്. ഒന്ന്, അത്ഭുതങ്ങൾ ചെയ്തവരെ ബൈബിൾ പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമതൊരു സമൂഹമുണ്ട്, അത് ഭാവി കാര്യങ്ങളുടെ ആഴങ്ങൾ ഗ്രഹിച്ചാണ് പ്രവചനമാക്കി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവാചകന്മാരുടെ ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതിൽ പ്രവാചകന്റെ വാക്കുകളുണ്ട്, രാജാക്കന്മാരുടെ പ്രവചന വാക്കുണ്ട്. ഉദാഹരണം നമുക്ക് പറയാം. BC 950 ജീവിച്ച ഭക്തനായ ദാവീദ് രാജാവ് ഒരു പ്രവാചകനായിരുന്നില്ല. പക്ഷേ തന്റെ തലമുറയിൽ വന്ന് ജനിക്കുന്ന വാഴ്ത്തപ്പെട്ട മെസ്സിഹായെ കുറിച്ച് 27 തലമുറയ്ക്കപ്പുറം 950ഓളം വർഷങ്ങൾക്കപ്പുറം ഭക്തനായ ദാവീദ് തന്റെ സങ്കീർത്തന വരികളിൽ എഴുതി ചേർത്തു. ദാവീദ് പ്രവാചകനായിരുന്നില്ല, പക്ഷേ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ പലതും പ്രവചന സങ്കീർത്തനമായിരുന്നു. മശിഹാ തമ്പുരാന്റെ ക്രൂശ് മരണം, മശിഹായുടെ പാതാള സന്ദർശനം, മശിഹായുടെ പൗരോഹിത്യം, മശിഹാ തമ്പുരാന്റെ സിയോനിലെ രാജ്യത്വം ഒക്കെ സങ്കീർത്തനങ്ങളിൽ പാടി പ്രവചന വരികളാക്കിയത് ഭക്തനായ ദാവീദാണ്. പക്ഷേ ദാവീദ് പ്രവാചക ഗണത്തിൽ എഴുതപ്പെട്ട പ്രവാചകനല്ല. അപ്പോൾ പ്രവാചകന്മാരുടെ വാക്കുകളുണ്ട്, രാജാക്കന്മാരുടെ വാക്കുകളിൽ പ്രവചനമുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ പറഞ്ഞ തന്റെ ഗിരിപ്രഭാഷണത്തിൽ ചില പ്രവചന വാക്കുകളുണ്ട്. സ്വർഗീയ ദൂതന്മാർ നൽകിയ സന്ദേശങ്ങളിൽ ചില പ്രവചനങ്ങളുണ്ട്. ഇങ്ങനെ പ്രവചനം. അതുപോലെ കർത്താവായ യേശുവിനെ അനുഗമിച്ച സ്ലീഹന്മാരുടെ വാക്കുകളിൽ ചിലത് പ്രവചനമായിരുന്നു. ദൈവം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ പ്രവചനമുണ്ട്. രാജാക്കന്മാർ പറഞ്ഞ വാക്കുകളിൽ പ്രവചന വാക്കുകളുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകളിൽ പ്രവചന വാക്കുകളുണ്ട്. നമ്മുടെ മശിഹാ ഭൂമിയിലിരിക്കുമ്പോൾ തിരുവായ്മൊഴിഞ്ഞു പറഞ്ഞ വാക്കുകളിൽ പ്രവചനമുണ്ട്. മശിഹായെ അനുഗമിച്ച സ്ലീഹന്മാരും പിൻഗാമികളായി വന്നിട്ടുള്ള അപ്പോസ്തലന്മാരും പറഞ്ഞ പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ അപ്പോൾ പല ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ പ്രവചനം എന്നത് പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ചു ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം വിശദമായി ആഴമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. പ്രവചനമെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ വന്നതാണ്. പത്രോസ്ലിഹായുടെ വാക്ക് നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. 2 പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ ദൈവത്തിന്റെ കൽപ്പനയാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ മനുഷ്യൻ പ്രവചിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശു പറഞ്ഞ ചില വാക്കുകൾ പ്രവചന വാക്കാണ്. യേശു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അനുഗമിച്ച സ്ലീഹന്മാരോടും തന്റെ ഗിരിപ്രഭാഷണത്തിലും തന്റെ അന്തിമ ഉപദേശത്തിലും നൽകിയ പല വാക്കുകളും പ്രവചന വാക്കുകളായിരുന്നു. കർത്താവായ യേശുവിനെ അനുഗമിച്ച സ്ലീഹന്മാരായ യോഹന്നാനും പത്രോസും പറഞ്ഞ വാക്കുകളിലും എഴുതിയ ലേഖനങ്ങളിലും പലതും പ്രവചനമായിരുന്നു. AD 35 ഡമസ്കോസിന്റെ വഴിവാതിക്കൽ വെച്ച് സ്വർഗീയ ദർശനം പ്രാപിച്ച യഹൂദ മതം വിട്ട് ക്രൈസ്തവ മാർഗത്തിൽ വന്ന ക്രൈസ്തവരുടെ ഏറ്റവും അഭിമാനമായി നിൽക്കുന്ന പൗലോസ്ലിഹായുടെ പല വാക്കുകളും പ്രവചന വാക്കുകളായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ലഭിച്ച പ്രവചനമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്,
നീ മനുഷ്യന് ഗാഢനിദ്ര വരുത്തിയ ശേഷം നീ അവനോട് സംസാരിക്കുന്നു. പ്രവാചകന്മാർ പലരും ഗാഢനിദ്രയിൽ അകപ്പെട്ടപ്പോൾ അവർക്ക് ദൈവം നൽകിയ ദർശനങ്ങളുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ ദൂതൻ പറഞ്ഞിട്ടുള്ളതാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും, അവൻ വലിയവനായി തീരും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. 7 കാര്യം ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു. 4 കാര്യം നിവർത്തിച്ചു, 3 കാര്യം പ്രവാചകന്മാരുടെ പ്രവചനങ്ങളിൽ എഴുതി ചേർത്തു. ദാവീദിന്റെ സിംഹാസനത്തിൽ മശിഹ ഇതുവരെയും ഇരുന്നിട്ടില്ല. അത് ദൂതൻ പറഞ്ഞ വാക്കിന്റെ പ്രവചനമായിരുന്നു. സ്ലീഹന്മാർ ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. ഈ ബൈബിളിലെ 1000-ഓളം പ്രവചനങ്ങളാണ്. അതിൽ ചിലത് നിവർത്തിച്ചു കഴിഞ്ഞു, ഇനി ചിലത് നിവർത്തിപ്പാൻ കിടക്കുകയാണ്. എല്ലാം കൂടെ നമുക്ക് പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കാൻ സാധ്യമല്ല. വളരെ അതിവേഗം പോകേണ്ടിയിരിക്കുന്നു. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് പലരും ആവശ്യപ്പെട്ട് ഞാൻ സാവകാശം നിന്ന് പറയുകയാണ്. നിങ്ങൾ ഗ്രഹിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സമയമൊന്നും നീട്ടിക്കൊണ്ടു പോകുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ 1000-ഓളം പ്രവചനങ്ങൾ യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ മുൻഗാമികളായ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതും മശിഹ പറഞ്ഞതും സ്ലീഹന്മാർ പറഞ്ഞതുമായ ഈ 1000-ഓളം പ്രവചനത്തെ നമുക്ക് 7 ദിശകളാക്കി തിരിച്ചുകൊണ്ട് വേണം ഈ ദിനങ്ങളിൽ ദൈവവചനത്തിന്റെ ആഴം പഠിക്കാൻ. വേദപുസ്തകം പറയുന്ന 1000 പ്രവചനത്തെ 7 ഭാഗങ്ങളായി നമുക്ക് തിരിച്ചു ചിന്തിക്കാം. അതിൽ ഒന്നാമത്തേത് ശാസ്ത്രീയ പ്രവചനമാണ്. രണ്ടാമത്തേത് മശിഹ തമ്പുരാനെ കുറിച്ചുള്ള പ്രവചനമാണ്. മൂന്നാമത്തേത് രാഷ്ട്രീയ പ്രവചനമാണ്. 4-ാമത്തേത് ഇസ്രായേൽ ജാതിയെ കുറിച്ചുള്ള പ്രവചനമാണ്. 5-ാമത്തേത് ഇനിയും വരുവാൻ പോകുന്ന യുദ്ധങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. 6-ാമത്തേത് ഈ മനോഹര പ്രപഞ്ചത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. 7-ാമത്തേത് ഈ ഭൂമിയിൽ സംഭവിക്കുന്നതും അനാദി നിത്യതയുടെ കവാടം തുറക്കും മുൻപേ സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള പ്രവചനങ്ങളുമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിനങ്ങളിൽ ഇവയുടെ ചില ആഴങ്ങൾ നമുക്ക് പഠിക്കാം. 1000-ഓളം പ്രവചനം തിങ്ങി നിൽക്കുന്ന ഈ ബൈബിൾ പ്രവചന ഭാഗത്തെ നമ്മൾ 7 ഭാഗമായി തിരിച്ചാണ് ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ശാസ്ത്രീയ പ്രവചനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാസ്ത്രീയ പ്രവചനം എന്ന് കേൾക്കുമ്പോൾ നാം ചിന്തിക്കും, ലോകം പൊതുവേ ഒരു ധാരണ കൽപ്പിച്ചിട്ടുണ്ട്, ഈ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ്, യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. രണ്ടും ശുദ്ധമായ അബദ്ധമാണ്. ബൈബിൾ ക്രൈസ്തവരുടെ മതഗ്രന്ഥമല്ല. ബൈബിൾ എന്ന് പറയുന്നത് മാനവരാശിക്ക് സ്വർഗം പ്രദാനം ചെയ്ത ഒരു മകൾ ഗ്രന്ഥമാണ്. യേശു എന്നത് ക്രൈസ്തവരുടെ ദൈവമല്ല, പകരം അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. ബൈബിൾ മകൾ ഗ്രന്ഥമാണെന്നും യേശു ലോക രക്ഷിതാവാണെന്നും വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ബൈബിൾ ഒരു മകൾ ഗ്രന്ഥമാണ് ദൈവമക്കളെ. ബൈബിളിൽ എല്ലാ തുറകളിലും മനുഷ്യനെ സ്വാധീനിക്കും. മനുഷ്യൻ ഇന്നായിരിക്കുന്ന എല്ലാ തുറകളിലും മനുഷ്യനെ സ്വാധീനിക്കുന്നത് ബൈബിളാണ്. ലോകത്തിന്റെ എല്ലാ രാജ്യ നിയമങ്ങളും ഇന്ന് UNO അംഗീകരിച്ചിരിക്കുന്ന 198ഓളം രാജ്യങ്ങളിലെ എല്ലാ കോടതികളിലും ഇരിക്കുന്ന ഓരോ പ്രമാണങ്ങളും ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ്. ഞാനത് പുറകെ നിങ്ങളോട് പറയാം. അപ്പോൾ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, അതൊരു മകൾ ഗ്രന്ഥമാണ്. പാപം ചെയ്ത് പറുദീസ നഷ്ടപ്പെട്ട മാനവരാശി മടങ്ങി സൃഷ്ടാവിങ്കിലേക്ക് പോയി ചേരുവാൻ സൃഷ്ടാവായ ദൈവം കാലാകാലങ്ങളിലായി മനുഷ്യന് നൽകിയിട്ടുള്ള ആത്മീയ നിർദ്ദേശങ്ങളുടെ ഭണ്ഡാരമാണ് ബൈബിൾ. ഇതിന് ദൈവത്തിന്റെ വചനമെന്ന് പറയും. വചനം എന്ന വാക്കിന്റെ ആഴം നമ്മൾ പഠിക്കുമ്പോൾ അതിന് പല ഭാഗങ്ങളാണ് ദൈവമക്കളെ. ബൈബിളിൽ നമ്മൾ പൊതുവെ വചനം എന്ന് പറയും. വചനത്തിന് 4 വശങ്ങളായി നമുക്ക് തിരിക്കാം. ഒന്നാമത് വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമുക്കിടയിൽ വന്നു. നിങ്ങൾ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിൽ പോയി നോക്കിയാൽ അവിടെ നിങ്ങൾ യേശു എന്ന പേരോട് ഒരുവനെ കാണത്തില്ല.
കർത്താവ് എന്ന പേരോടുകൂടെ ഒരുവനെ കാണത്തില്ല. ഇമ്മാനുവേൽ എന്ന പേരോടുകൂടെ ഒരുവനെ കാണത്തില്ല. പകരം അവനെ അവിടെ കണ്ടെത്തുമ്പോൾ അവന്റെ പേര് വചനമെന്നായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ അവനെ കണ്ടു, അവന്റെ തൊടയിൽ വചനമെന്ന് എഴുതിയിരിക്കുന്നു. കാരണം എന്താ? അവൻ വചനമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനമായവൻ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ ജഡമായി ലോകത്തിൽ വന്നു. അതിൽ ഒന്നാമത്തെ വചനത്തിന് ലാറ്റിൻ വാക്കിൽ ക്രിസ്റ്റോസ് എന്നാണ്, ഇംഗ്ലീഷിൽ അതിന് ക്രൈസ്റ്റ് എന്ന പേര് കൊടുത്തു. രണ്ടാമത്തേത് ലോങ്കോസ് എന്നൊരു വാക്കാണ്. അതിന്റെ അർത്ഥം പ്രകാശരശ്മി, മിനുസപ്പെട്ട ഒരു പ്രതലത്തിൽ തട്ടുന്ന പ്രകാശരശ്മി മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു പോകും പോലെ 100 തലമുറകളിൽ നിന്ന് കൈമാറി 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 നമ്മുടെ പക്കൽ ലഭിച്ചിരിക്കുന്ന ബൈബിൾ, അത് ദൈവത്തിന്റെ വചനമാണ്. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും, ഇതിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കത്തില്ല. ദൈവവചനത്തിന്റെ മൂന്നാമത്തെ വശമെന്ന് പറയുന്നത് അതിന് റോക്കിയോ എന്ന വാക്കാണ് പറയുന്നത്. റോക്കിയോ എന്നൊരു വാക്കുണ്ട് ദൈവമക്കളെ, റോക്കിയോ. ആ റോക്കിയോ എന്ന വാക്കിന്റെ അർത്ഥം, യേശു പറഞ്ഞു ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. 40ഓളം ദിനം ഉപവസിച്ച് ക്ഷീണിതനായി എഴുന്നേൽക്കുന്ന യേശുവിനെ പരീക്ഷിക്കുവാൻ സത്താൻ അപ്പത്തിന്റെ ആകൃതിയിലുള്ള ഒരു കല്ലുമായി അവന്റെ അടുക്കൽ ചെന്ന്, നിനക്ക് വിശക്കുന്നില്ലേ, ഭക്ഷിച്ചാട്ടെ എന്ന് പറയുമ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അതിന്റെ പേര് റോക്കിയോ എന്നാണ്. റോക്കിയോ, ആ വചനം ദൈവത്തിന്റെ വായിന്ന് പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. നാലാമതൊരു ദൈവവചനമുണ്ട്, അതിന് പേര് റീമ എന്ന വാക്കാണ്. റീമ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആത്മാവിന്റെ വാൾ എന്നാണ്. ആത്മാവിന്റെ വാൾ. പൗലോസ് പറഞ്ഞില്ലേ, ആത്മാവിന്റെ വാള്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ അന്യഭാഷയൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒന്നും ആഴം മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ഞാൻ പലരുടെ അന്യഭാഷ റെക്കോർഡ് ചെയ്തെടുക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അതിന് വലിയ ആഴമായ അർത്ഥമുണ്ട്. മരിച്ചുപോയ നമ്മുടെ ഇടയിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ദേവദാസ് ബ്രദർ. അദ്ദേഹം ആത്മാവിൽ നിറയുമ്പോൾ അന്യഭാഷ പറയും, ദുരാ ബെദുരിമ ബെദുരിമ ദുരാ ബെദുരിമ. ഞാനൊരു ദിവസം അത് റെക്കോർഡ് ചെയ്തെടുത്ത ശേഷം ഇതിന്റെ പാണ്ഡിത്യമുള്ള ഒരാളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ഒരു പ്രത്യേക സൗത്ത് ആഫ്രിക്കയുടെയോ ഏതോ ഭാഗത്തുള്ള ഒരു ഭാഷയാണ്. അർത്ഥം ഇതാണ്, സാറാഫുകൾ അവന്റെ ചുറ്റും നിന്ന് യഹോവ പരിശുദ്ധൻ 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 എന്ന അർത്ഥം പാടുകയാണ്. നമ്മുടെ ഇടയിലെ ചില പാസ്റ്റർമാരെയൊക്കെ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് നോക്കുമ്പോൾ അർത്ഥം കേട്ടാൽ അത്ഭുതപ്പെട്ടു. ഈ പാസ്റ്റർപ്പച്ചന്മാർ പലരും അറിയുന്നില്ല അവർ പറയുന്ന അന്യഭാഷയുടെ അർത്ഥം എന്താണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ ആഴമായ അർത്ഥമാണ്. അപ്പൊ നമ്മുടെ വായിന്ന് പുറപ്പെടുന്ന വചനമുണ്ട് റീമ. അത് നല്ല മൂർച്ചയുള്ളതാണ് ദൈവമക്കളെ, ശക്തിയേറിയതാണ്. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം മുറിവേറ്റെന്നൊരു വാക്യമുണ്ട്. 1-ാം നൂറ്റാണ്ട് തുടങ്ങി അവസാന നിമിഷം വരെ അഭിഷക്തരായ വിശുദ്ധന്മാരുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദൈവവചനമെന്ന ഇരുവായ്ത്തലയുള്ള വാളിനാലാണ് കയറി വരുന്ന മൃഗം മരണകരമായ മുറിവേൽക്കുന്നത്. 5 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ആ മൃഗം മരണകരമായ മുറിവേറ്റ്. മുറിപ്പെടുത്തിയത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. മുറിപ്പെടുത്തിയത് മറ്റാരുമല്ല, അഭിഷക്തരായ വിശുദ്ധന്മാരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തെ നമ്മൾ 4 ഭാഗമായി തിരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു വചനമാണ്, തിരുവെഴുത്ത് വചനമാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് വചനമാണ്, അഭിഷക്തന്മാരുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം അത് വചനമാണ്. പലർക്കും ഇതിന്റെ ആഴം അറിഞ്ഞുകൂടാ. ആത്മാവിൽ പറഞ്ഞ അന്യഭാഷ പറയുമ്പോൾ പിശാച് വിറയ്ക്കും. അന്യഭാഷയ്ക്ക് തന്നെ 3 വശമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറഞ്ഞപ്പോൾ കൂടി വന്നവരെല്ലാം വന്നു. ഇവിടെ കൂടി വന്നാൽ ഒരു 1500 പേര് കാണും. അവിടെ 120 എണ്ണപ്പെട്ടവരെ ഉണ്ടായിരുന്നുള്ളല്ലോ. 120 പേരോളം മാത്രം അവർ ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷ സംസാരിച്ചു. ഓടിക്കൂടിയവർക്ക് അന്നത്തെ അന്യഭാഷ പിടികിട്ടി. പക്ഷെ ഇന്നത്തെ അന്യഭാഷ പിടികിട്ടത്തില്ല. പിടികിട്ടാൻ ഒരു വഴിയുമില്ല. അല്ല പിന്നെ നമ്മൾ മെനക്കെട്ട് റെക്കോർഡ് ചെയ്തൊക്കെ നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പലരുടെയും അന്യഭാഷയുടെ ആഴങ്ങൾ അവരറിയുന്നില്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ മശിഹായെ അനുഗമിച്ച 11 സ്ലീഹന്മാരുമുണ്ട്. അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറഞ്ഞു. വലിയൊരു പെരുന്നാൾ നടക്കുകയാണ്.
യഹൂദന്മാർ പലയിടത്തു നിന്ന് ചെതറിപ്പോയവർ പെരുന്നാൾ കൂടാൻ അവിടെ വന്നിരിക്കുകയാണ്. അവരെല്ലാം ഓടിക്കൂടിയിട്ട് പറയാ, ഇവരെല്ലാം ഗലീലക്കാരല്ലേ? ഇവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരുമ്പോൾ സ്ത്രീകന്മാരുടെ അതരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ പറഞ്ഞിരുന്ന അന്യഭാഷ കൂടി വന്നവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു. അന്യഭാഷ അവിശ്വാസികൾക്ക് ഒരടയാളമാണ്. അന്യഭാഷയുടെ 2-ാം ഭാഗത്തേക്ക് വരാം. പൗലോസ് പറയുന്നു, ഞാൻ മറ്റുള്ളവരെക്കാൾ അധികം അന്യഭാഷയിൽ സംസാരിച്ചു. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. അതുകൊണ്ട് മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഭക്തന്മാർ കൂടി വന്ന് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറയുമ്പോൾ അത് നമുക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. നമ്മുടെ ആത്മാവ് ഉണർന്ന് ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്നതാണ് അന്യഭാഷയുടെ 2-ാമത്തെ വശം. അന്യഭാഷയുടെ 3-ാമത്തെ വശം സഭ കൂടി വരുമ്പോൾ പ്രവചനത്തിന്റെ ആത്മാവാണ്. യെശയ്യാവ് പറഞ്ഞു, വിക്കി വിക്കി പറയുന്ന അതരങ്ങളിലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിച്ചു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അഭിഷക്തരായ സ്ലീഹന്മാരുടെ ഭാഷ കൂടി വന്നവർക്ക് പിടികിട്ടി. എന്നാൽ ഇന്ന് കൃപായുഗത്തിന്റെ അന്ത്യനാളുകളിലെത്തിയ ഭക്തന്മാരെ നാം സംസാരിക്കുന്ന ഭാഷ മനുഷ്യർക്ക് ഗ്രഹിക്കത്തില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ എന്നാണ് പറയുന്നത്. 3-ാമത്തേത്, സഭ കൂടി വരുമ്പോൾ പ്രവചനത്തിന്റെ ആത്മാവിനായി ദൈവം ഒരുവന്റെ ആദരത്തിലേക്ക് വ്യാപരിച്ച് ആ ആദരത്തിൽ കൂടെ സഭയോട് സംസാരിക്കുന്നു. യെശയ്യാപ്രവചനം 28:11. വിക്കി വിക്കി പറയുന്ന അതരങ്ങളിലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്താഭാഗത്തേക്ക് കടന്നു വരാം. വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചനങ്ങളെ നമ്മൾ 1-ാമതായി ചിന്തിച്ചത് ശാസ്ത്രീയ പ്രവചനമെന്നാണ്. ബൈബിൾ എല്ലാ കാലത്തും എല്ലാ തുറയിലും മനുഷ്യനെ വളരെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം ഇത്രമാത്രം സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചു പൊങ്ങിയല്ലോ. പക്ഷെ ഇതിന്റെ പിന്നിൽ ബൈബിളിന് വലിയ പ്രാധാന്യമുണ്ട്. ശാസ്ത്രീയമായ ചില കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ബൈബിൾ പ്രവർത്തിച്ച് നമുക്ക് നോക്കാം. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് പേർഷ്യൻ നാടുകളിലെ എണ്ണക്കിണറുകളെ കുറിച്ച് ലോകം അറിഞ്ഞത്. പേർഷ്യൻ നാടുകളുടെ അടിയിൽ കൂടെ ഒഴുകുന്ന ഈ എണ്ണച്ചാലുകൾ കണ്ടെത്തിയതോടുകൂടിയാണ് ഏഷ്യൻ രാജ്യങ്ങളും പേർഷ്യൻ രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളും സമ്പൽ സമൃദ്ധിയിലേക്ക് വന്നത്. ഇറാഖിലെയും കുവൈറ്റിലെയും സൗദി അറേബ്യയിലെയും എണ്ണയാണ് മലയാളിയെ ഇത്രയും മാന്യനാക്കി തീർത്തത്. ഈ ഗൾഫ് നാടുകളിൽ എണ്ണ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും പഴയ ചക്കയും പഴയ കപ്പയും തിന്ന് പഴയ നൂറ്റാണ്ടിൽ തന്നെ മടങ്ങി പോകേണ്ടിയിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ പേർഷ്യൻ നാടുകൾ ലോകത്തിലേക്ക് ഉയർന്നു, വളരെ ഉന്നതങ്ങളിലെത്തി. അവരുടെ തണലുകളിൽ പ്രത്യേകിച്ച് കേരളക്കരയും രക്ഷപ്പെട്ടു. 50 കൊല്ലത്തിന് മുൻപുള്ള നമ്മുടെ വീടുകൾ നോക്കിയാൽ, വസ്ത്രധാരണ നോക്കിയാൽ, ജീവിത രീതി നോക്കിയാൽ, നമ്മുടെ സഭയിലെ കൂടിവരവൊക്കെ നോക്കിയാൽ നമ്മളൊന്നുമല്ലായിരുന്നു. എന്നാൽ പേർഷ്യൻ നാടുകളിൽ എണ്ണ ടാങ്കുകൾ കണ്ടെത്തി അവ ലോകത്തിലേക്ക് പൊങ്ങി. ലോകത്തിലെമ്പാടും എണ്ണയുടെ സ്വാധീനതയുണ്ടായി. ലോകം പുരോഗമിച്ചു. നമ്മുടെയൊക്കെ മാന്യതയ്ക്ക് പിന്നിലും എണ്ണ കണ്ടുപിടുത്തമുണ്ട് കേട്ടോ. പക്ഷെ എണ്ണ കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചക്കാലത്ത്. അവർ സൗദി അറേബ്യയുടെ മരുഭൂമി പ്രദേശങ്ങളിൽ പോകുമ്പോൾ ആകാശത്തിൽ പറക്കുന്ന കഴുകൻ ഒരു പരിധിക്ക് മേളിൽ പറന്നുയർന്നാൽ ഉടനെ മയങ്ങി നിലത്ത് വീഴുന്നു. എന്താണ് ഇതിന്റെ സംഭവം? വിഷവാതകമാണോ? ബ്രിട്ടീഷുകാർ, ശാസ്ത്രലോകത്തിന് അടിസ്ഥാനം ഭാഗ്യെടുത്ത ബ്രിട്ടീഷുകാർ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ആരാഞ്ഞപ്പോൾ ഇന്നേക്ക് 4000-ഓളം വർഷങ്ങൾക്കപ്പുറം വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനുമായ അബ്രഹാമിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ അറബി മേഖലകളിൽ എണ്ണക്കിണറുകൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 14-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്: ആ രാജാക്കന്മാർ ഓടിപ്പോയി കീൽക്കുഴിയിൽ വീണു. വായിച്ചാട്ട്. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും. ശ്രദ്ധിക്കുക, കീൽക്കുഴികൾ നല്ല വാക്കാണ്. എണ്ണക്കിണറുകൾ എന്നാണ് അതിന്റെ വാക്ക്. പേർഷ്യൻ നാട്ടിലെ എണ്ണക്കിണറുകളാണ് നമ്മളെയൊക്കെ മാന്യന്മാരാക്കിയത്. നമ്മളല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പഴയ കാലഘട്ടത്തിലായി പോയിന്. അവിടെ എണ്ണക്കിണറുകൾ ഉണ്ടെന്ന്. ഭയങ്കരമല്ലേ തമ്പുരാൻ ചെയ്ത പദ്ധതികൾ? 1000കണക്കിന് മൈലുകൾ ആഴത്തിൽ എണ്ണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്.
ഈ ബ്രിട്ടീഷുകാര് യഹൂദന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മാന്യന്മാരാ. അവരെപ്പോഴും ഈ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നേ ചിന്തിക്കത്തുള്ളൂ. നമ്മുടെ മലയാളിയൊക്കെ ഓരോ കണ്ടുപിടുത്തം നടത്തും. പരിമലക്കാരൻ, ഒരു പട്ടാളക്കാരൻ റിട്ടയർമെന്റ് ആയപ്പം കണ്ടുപിടിച്ചതാണ് തേങ്ങാ പൊതിക്കുന്ന പാര. മലയാളി ഒരു കാര്യത്തിൽ ബഹുമിടുക്കനാ. ഏത് ഫീൽഡിലും പാര കണ്ടുപിടിക്കാനും പാര വെക്കാനും മലയാളി മിടുക്കനാ. കൂടെ കൂടെ ഭാര്യ തേങ്ങാ പൊതിക്കെന്ന് പറഞ്ഞ് ശല്യമായപ്പം പുട്ടും കടലയും തിന്നാനുള്ള കൊതി കൊണ്ട് താൻ ഒരു ദിവസം രാത്രി മുഴുവൻ മെനക്കെട്ടിരുന്നാണ് നമ്മുടെ നാട്ടിൽ തേങ്ങാ പൊതിക്കുന്ന പാര കണ്ടുപിടിച്ചത്. മലയാളികളുടെയൊക്കെ ബുദ്ധി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അവരൊക്കെ യൂറോപ്പിനൊക്കെ ചവച്ച് തുപ്പുന്ന അറിവേ നമുക്കുള്ളൂ. എന്നാൽ ലോകത്തിലെ എല്ലാ തുറകളിലും മഹാന്മാരല്ല യഹൂദന്മാരാണ് ദൈവമക്കളെ. ഈ അമേരിക്കക്കാരെന്നൊക്കെ പറഞ്ഞ വെറും വെള്ളക്കാരാണ്. ഏഷ്യൻ പെയിന്റ് അടിച്ച് നടക്കുന്നതെന്നല്ലാതെ അവന്മാർക്ക് പറയുന്ന വിവരമൊന്നുമില്ല. പിന്നെ ഇവർക്ക് വിവരം ഉണ്ടായത് എവിടെയെന്നറിയാമോ? അവിടെ കുറെ യഹൂദന്മാർ കുടിയേറിയിരുന്നു. ഇവരാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ലോകത്തിലെ എല്ലാ മഹാന്മാരെ നോക്കിക്കോ. ഒരിക്കൽ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സന്തതിക്ക് ഞാൻ മാനവും മഹത്വവും കൊടുക്കും. ആഗോള വ്യാപകമായി ലോകത്തെ സ്വാധീനിച്ച മത നേതാവെന്ന് വിശേഷിപ്പിച്ച നമ്മുടെ മശിഹാ തമ്പുരാൻ യഹൂദനായിരുന്നു. ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച കമ്മ്യൂണിസം എഴുതിയുണ്ടാക്കിയ കാരൽ മാർക്സ് യഹൂദനായിരുന്നു. ആഗോള വ്യാപകമായി ശാസ്ത്രീയ മണ്ഡലത്തിൽ കണ്ടുപിടുത്തം നടത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദനായിരുന്നു. മാനവും മഹത്വവും എല്ലാം അവന്റെ സന്തതിക്കാ കൊടുത്തിരിക്കുന്നു. നമുക്ക് ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ദിനങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ബൈബിൾ ചരിത്രത്തിൽ അത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നാം ഇപ്പോൾ വായിച്ചു കേട്ടു, അവിടെ ധാരാളം കീൽക്കുഴികൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേർഷ്യൻ നാട്ടുകളിൽ റിസർച്ച് നടത്തിയപ്പോഴല്ലേ അറിയുന്നത്, നൂറുകണക്കിന് മൈൽ ആഴത്തിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ഓയിൽ കിടക്കുക. അറബിക്കേണ്ട വേണ്ടത്ര ബോധമൊന്നുമില്ല. അവൻ ഒട്ടകത്തെയും വളർത്തി, പിന്നെ ഈന്തപ്പഴവും തിന്നെ പച്ചമീനും തിന്നെ നടന്നതാ. ഒരു 100 കൊല്ലം ബ്രിട്ടീഷുകാരും ലാറ്റിൻ അമേരിക്കക്കാരും ഇവിടുത്തെ എണ്ണ കൊണ്ടുപോയി. ലാസ്റ്റാണ് അറബിക്ക് പിടികിട്ടിയത്, ഇവന്മാര് നന്നാക്കാൻ കൂടുകയല്ല, മുടിക്കാൻ കൂടുകയാണ്. സൗദി അറേബ്യയിൽ പോലും അരാംഖോ എന്നൊരു കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ പോലും അത് അമേരിക്കയുടെ സ്വാധീനത ആ രാജ്യത്തുണ്ടായതിന്റെ പിന്നിലായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ എഴുതിയതാണ് പേർഷ്യൻ നാട്ടുകളിൽ എണ്ണക്കിണറുകൾ ഉണ്ടെന്ന്. ആരാണ് ഇതിനെ സഹായിച്ചത്? നമ്മുടെ കൂട്ടല്ല. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ തുനിയുന്ന ഉടനെ ഇവരെല്ലാം ദൈവഭക്തന്മാരായിരുന്നു. ദൈവമക്കൾ, പുസ്തകങ്ങളുടെ പുസ്തകമെന്ന് വിശേഷിക്കപ്പെട്ട ബൈബിൾ ഞങ്ങളാണ് പ്രദാനം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം 1948 ലോകത്തോട് പ്രസംഗിച്ച ആദ്യ വാക്ക്. പുസ്തകങ്ങളുടെ പുസ്തകമായ ബൈബിൾ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുമാണ് ലോകത്തിന് ദാനം ചെയ്തെന്ന്. സത്യമാണ്. എല്ലാ തുറകളിലും സ്വാധീനതയുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ, എണ്ണക്കിണറുകൾ അവിടെയുണ്ടെന്ന്. അബ്രഹാമിന്റെ കാലത്ത് ഒരു യുദ്ധ സംഭവമാണ്. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. അപ്പോൾ ചില രാജാക്കന്മാർ ജീവനും കൊണ്ട് ഓടിപ്പോയ ചില രാജാക്കന്മാർ എണ്ണക്കിണറ്റിൽ വീണെന്നാ പറയുന്നത്. അപ്പോൾ അക്കാലത്ത് ഇങ്ങനെ എണ്ണക്കിണറുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇങ്ങനെ പേർഷ്യൻ നാടുകളിൽ കോളനി വാഴ്ച നടക്കും കാലത്ത് കഴുകൻ ഉയരത്തിൽ പറന്ന് വട്ടം ചുറ്റി മയങ്ങി വീഴുകയാണ്. കുറെ കഴിയുമ്പോൾ ഇത് പറന്നു പോകും. എന്താണ് രഹസ്യം? ആരാഞ്ഞു നോക്കിയപ്പം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അവിടെ ധാരാളം കീൽക്കുഴി ഉണ്ടെന്ന്. വേദപുസ്തകം എത്ര സത്യമാണ്! മാനവരാശിയെ, ഇന്ന് നീ ആയിരിക്കുന്ന നന്മയുടെ പിന്നിൽ വിശുദ്ധ തിരുവെഴുത്തിന് പ്രാധാന്യമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകിയാൽ ബൈബിൾ പ്രവചനങ്ങളെ ഒരു ഭാഗം ശാസ്ത്രീയ പ്രവചനമാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതായി ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഒരു വലിയ കണ്ടുപിടുത്തമാണ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മളെല്ലാം ഇരിക്കുകയല്ലേ, 100 കണക്കിന് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുക. കറണ്ട് പോയാൽ നമ്മൾ ആകെ കുഴഞ്ഞു പോകും. ലോകത്തിന്റെ എല്ലാ തുറകളിലും ഇന്ന് കറണ്ട് വേണം. ഒരുപാട് സമ്പൽ സമൃദ്ധിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇലക്ട്രിസിറ്റി ഇല്ലാതെ പോയാൽ നമുക്ക് വെള്ളം കൂടി നടക്കത്തില്ല. കാര്യം ഒരൊറ്റ വീട്ടിൽ ഇപ്പോൾ തൊട്ടിയും കയറുമില്ല. ഒരൊറ്റ വീട്ടിൽ അരകല്ലെന്ന് പറയുന്ന ഒന്നില്ല. തന്നെത്താൻ മോണയിൽ വല്ലതും അരച്ച് കറി വെക്കുന്നതല്ലാതെ അരകല്ലൊന്നുമില്ല. എല്ലാം മിക്സിയാണ്, എല്ലാം മോട്ടറാണ്. ഇലക്ട്രിസിറ്റി ഒറ്റ ദിവസം ബ്ലോക്കായാൽ മുഴു പരിപാടിയും ക്ലോസ് ആയി പോകും. കണ്ടുപിടുത്തം അത്ഭുതമല്ലേ ദൈവമക്കളെ? ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്. ഏതാണ്ട് 1800 മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയത്.
രണ്ട് മാഗ്നൈറ്റ് കഷ്ണങ്ങൾ അടുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ വലയത്തെ ഒരു ചെമ്പു ചുരുളുകൾ കണ്ണിച്ചാൽ അതിൽ വൈദ്യുതി ഉണ്ടാകുമെന്ന് ആ മഹാൻ കണ്ടെത്തി. കണ്ടുപിടുത്തം ചെറിയ കാര്യമാണോ? അതൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. ആഗോളവ്യാപകമായി മാനവരാശിയെ അവനായിരുന്ന സ്റ്റെപ്പിൽ നിന്ന് ഒരു 100 സ്റ്റെപ്പ് മേളിലോട്ട് കയറ്റിയത് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തമായിരുന്നു. സംഭവം യാദൃശ്യമായി നമുക്ക് തോന്നുമില്ലേ? 1800 മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന ആ മഹാനായിരുന്നു ഇത് കണ്ടുപിടിച്ചത്. തന്നോടുകൂടെ സഹപ്രവർത്തകരായ ചിലരുണ്ടായിരുന്നു. രണ്ട് കാന്ത കഷ്ണങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവന്നാൽ അവ തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാവും, സൗത്തും നോർത്തും. രണ്ടും അടുപ്പിച്ചേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്ലൈ ഉണ്ട്, പിടിച്ചടുക്കാനുള്ള ഒരു ആവേശം. ആ ആവേശത്തിനിടയിൽ ഒരു ചെറിയ ചെമ്പ് ചുരുളെടുത്തിട്ട് നിങ്ങളൊരു പെൻസിൽ ചുറ്റി വെറുതെ ചലിപ്പിച്ചാൽ മതി, ഉടനെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും. കണ്ടുപിടുത്തം അത്ഭുതമല്ലേ? ഇദ്ദേഹം കണ്ടുപിടിച്ചത് അത്ഭുതമല്ലേ? ഈ കണ്ടുപിടുത്തം ലോകത്തെ എത്ര ഉയർത്തി! സംഭവം യാദൃശ്യമാണോ? മനസാക്ഷി യുഗത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ യോബ് തന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ലോകത്തിന്റെ അവസാനത്തിങ്കൽ മനുഷ്യൻ നീർച്ചാലുകളെ കെട്ടി നിർത്തി ഡാം ഉണ്ടാക്കി ഗുപ്തമായത് വെളിച്ചമാക്കി പുറത്തു കൊണ്ടുവരും. ഡാം കെട്ടുമെന്ന് എത്ര വർഷം മുമ്പ് ബൈബിളിൽ എഴുതിയതാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടാറായി എന്ന് പറഞ്ഞ് നമ്മുടെ മന്ത്രി ജേക്കബ് നെഞ്ചത്തിപ്പം വെള്ളം കയറുമെന്ന് പറഞ്ഞ് ഇംഗല വിളിച്ചു. തമിഴ്നാട്ടിൽ പ്രശ്നമാ. പണ്ട് അതിന്റെ വാടകയെങ്കിലും കിട്ടുമായിരുന്നു, ഇപ്പൊ അതുപോലും കിട്ടാറില്ല. പക്ഷെ ഡാം ഉണ്ടാക്കുമെന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുമെന്നും എത്ര വർഷം മുമ്പാ? നമുക്ക് നോക്കാം. എവിടെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 28:11. അവർ നീരൊഴുക്കുകളെ നിർത്തി വായിക്കണമേ. നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തി ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്തിൽ കൊണ്ടുവന്നു, വെളിച്ചമാക്കി കൊണ്ടുവന്നു എന്നാണ് അതിന്റെ മൂലഭാഷയിൽ. നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി, വമ്പൻ ഡാമുകളെ കെട്ടി, ഗുപ്തമായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇലക്ട്രിസിറ്റി വെളിച്ചമാക്കി കൊണ്ടുവന്നു വരുന്നു. ഈ വചനത്തിന്റെ പിന്നിലാണ് തോമസ് ആൽഫ എഡിസൺ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഈ ബൾബ് കണ്ടുപിടിച്ചത്. 2000-ഓളം ഗവേഷണം നടത്തി താൻ പരാജിതനായിപ്പോയി. നമ്മളൊക്കെ ആണെങ്കിൽ അന്നേരം പൂട്ടിക്കെട്ടും. താൻ തന്റെ സ്നേഹിതരെ എല്ലാം വിളിച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു. അവർ ചോദിച്ചു, എഡിസ നീ എന്താണ് കാണിക്കുന്നത്? ഞാൻ 2000 റിസർച്ച് നടത്തി പൊട്ടി പോളിഷായി, അതിൻ്റെതാണ്. ഇനി അടുത്തത് ഇതിന് ശേഷം 2001 തുടങ്ങാൻ പോവുകയാണ്. കാരണം അദ്ദേഹം ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് കുറെ കാലങ്ങൾക്ക് മുൻപേ ഈ മൈക്കിൾ ഫാരഡേ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചാൽ ഇത് വെളിച്ചമാക്കാൻ കഴിയുമെന്ന് ആ എഡിസൺ എന്ന ഭക്തൻ നന്നായി അറിഞ്ഞിരുന്നു. ഭയങ്കര ആത്മീയതയുള്ള മനുഷ്യനായിരുന്നു. ഇവരൊക്കെ നന്നായി ബൈബിൾ വായിച്ച് സൺഡേ സ്കൂളിന് പോയിട്ടുള്ളവരാ. നമ്മുടെ പിള്ളേരെ കണ്ടിട്ടില്ലേ? അയ്യോ, വലിയ കഥക്, വീടിന് കഥകിടാൻ പറ്റിയ ഫോൺ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? നല്ല നമ്മുടെ ഒരു ഷട്ടറിന്റെ വലുപ്പം വരുന്ന ഫോൺ അവൻ എടുത്തോണ്ട് നടക്കാൻ വയ്യ. അവൻ അതിനപ്പുറം ഒന്നും അവനെ കൊണ്ട് നോക്കത്തില്ല. എന്നാൽ ഈ യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളും അവരുടെ പശ്ചാത്തലമൊക്കെ നമ്മൾ നോക്കിയാലുണ്ടല്ലോ, അവരെല്ലാം ദൈവഭക്തന്മാരാണ്. ഈ എഡിസന്റെ ഒക്കെ കാര്യം കേട്ടാൽ നിങ്ങൾ അമ്പരന്ന് പോകും. അദ്ദേഹത്തിന് അക്ഷരാഭ്യാസമില്ല. എഡിസൺ പേരൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചാൽ തോമസ് ആൽഫ എഡിസൺ എന്ന് എഴുതാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഒരു കേൾവിയും കുറവാ, ചെവിയും വേണ്ട രീതിയിൽ കേൾക്കത്തില്ല. പക്ഷെ ഈ എഡിസൺ വലിയ മഹാനായിരുന്നു. കാരണം എന്തെന്നറിയാമോ? ദൈവഭക്തനാണ്. താൻ ഒരിക്കലൊരു ആവി ഇഞ്ചൻ ഉണ്ടാക്കി. താൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ, തന്നോടൊപ്പം ഒരു കോളേജ് പ്രൊഫസർ ആ ട്രെയിനിൽ കയറി പോകുന്ന വഴിയിൽ എന്തോ ഇദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ആ കോളേജ് പ്രൊഫസർക്ക് അത്ര താല്പര്യം തോന്നിയില്ല. തമ്മിലെല്ലാം സംസാരിച്ചു. അപ്പോൾ ഈ ബൈബിളൊക്കെ തെറ്റാണ്, അതൊക്കെ മണ്ടത്തരമാണ്, ഭോഷത്വമാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ച് ട്രെയിൻ ഇറങ്ങാൻ നേരം എഡിസന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, സാറിന് സമയമുള്ളപ്പോൾ എൻ്റെ അടുക്ക വാ, ഞാൻ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പോയാൽ നേരം എഡിസനും എന്ത് ചെയ്തു, ഒരു കാർഡ് കൊടുത്തു. അത് തോമസ് ആൽഫ എഡിസൺ എന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹം റിസർച്ച് ചെയ്യാൻ പോകുന്ന സ്ഥലമായിരുന്നു. കുറെ നാളിന് ശേഷം ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചെല്ലാം എഡിസനോട് അങ്ങ് തർക്കിക്കുകയാണ്. തർക്കിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു റൂമുണ്ട്. ആ റൂമിൽ ചെന്ന് തുറന്നപ്പോൾ അവിടെ അദ്ദേഹം ഒരു ആവി ഇഞ്ചൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആദ്യത്തെ റെയിൽവേയുടെ ആവി ഇഞ്ചനിൽ ആവി കൊണ്ട് ഇഞ്ചൻ പ്രവർത്തിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. മുറി തുറന്ന ഉടനെ
ഈ കോളേജ് പ്രൊഫസർക്ക് അങ്ങ് അത്ഭുതം തോന്നി. സാറേ, ഇതെങ്ങനെ ഉണ്ടായത്? അപ്പോൾ എഡിസൺ പറഞ്ഞു, ഇതെങ്ങനെ ഉണ്ടായത് എനിക്കും അറിയത്തില്ല, ഞാൻ മുറി തുറന്ന ഉടനെ ഇതിങ്ങനെ അങ്ങ് ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ എന്നെ കളിയാക്കരുത്, ഇതൊരിക്കലും അങ്ങനെ ഉണ്ടാക്കാനൊക്കത്തില്ല. ആദ്യം ഇത് ചിന്തിച്ച് ഇത് വരച്ച് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. സാറാണോ ചെയ്തേ? ഞാനല്ല, ഞാൻ റൂം തുറന്നപ്പോൾ, ഞാൻ അങ്ങോട്ട് മുറി തുറന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇരിക്കുന്ന കണ്ടു. ഈ പ്രപഞ്ചം വൻസ്ഫോടന സിദ്ധാന്തത്താൽ ഉണ്ടായതാണെന്ന് പറഞ്ഞ് എഡിസനോട് തർക്കിക്കുമ്പോഴാണ് എഡിസൺ ഇതങ്ങോട്ട് കാണിച്ചത്. വൻസ്ഫോടന സിദ്ധാന്തത്താൽ അല്ല, ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇവന് ഗ്രഹിക്കാനൊക്കുന്നില്ല. ഈ ആവി ഇഞ്ചൻ കണ്ട ഉടനെ പറഞ്ഞു, ഇതേ ഞാൻ വന്ന് മുറി തുറന്നപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇഞ്ചൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കോളേജ് പ്രൊഫസർ പറഞ്ഞു, സാറേ അങ്ങനെ പറയരുത്, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യാൻ ഒരാൾ വേണം. തോളത്ത് കൊട്ടിട്ട് പറഞ്ഞു, സ്നേഹിത, ഈ ആവി ഇഞ്ചൻ എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉണ്ടായി വന്നതാണെങ്കിൽ ഈ പ്രപഞ്ചം ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരമാണ്. അമ്പരന്ന് പോയി. പിന്നീട് ഒരിക്കൽ താനെ ഒരു ശവസംസ്കാരത്തിൽ പോയി മടങ്ങി വരുമ്പോൾ തൻ്റെ ആ ആഴമായ പ്രത്യാശയെ കണ്ടിട്ട് തൻ്റെ സ്നേഹിതൻ തന്നെ പരിഹസിച്ചു. എഡിസൺ സാർ ഇത്ര ബുദ്ധികെട്ടതാണോ? മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്ന ശേഷം വീണ്ടും അവൻ എഴുന്നേക്കുമെന്ന് പറയുന്നത് അങ്ങേ അംഗീകരിക്കുന്നുവോ? മണ്ടത്തരമല്ലേ എന്ന് ചോദിച്ചു. എത്ര പറഞ്ഞിട്ടും ബോധ്യപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവം വരുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ ഉയർക്കുമെന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കത്തില്ല. അദ്ദേഹം തൻ്റെ റിസർച്ച് സെന്ററിൽ പോയി കുറച്ച് ഇരുമ്പ് പൊടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്, ശരിയായ ഇരുമ്പ് പൊടിയാ, സ്നേഹിതനോട് പറഞ്ഞ് ആ മുറ്റത്ത് കൊണ്ടുപോയി വാരി വെതറാൻ പറഞ്ഞു. അവൻ ആ മുറ്റത്തെല്ലാം വാരി വെതറിയിട്ട് കയറി വന്നു. ചില കഴിഞ്ഞ് സംസാരത്തിനിടയിൽ പറഞ്ഞു, പോയി അതിങ്ങ് പെറുക്കിക്കൊണ്ടുവരാമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ നടക്കും സാറേ, ഇത്രയും ചെറിയ കണ്ണിലിട്ട കാണാത്ത ഈ ഇരുമ്പിന്റെ പൊടി എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്? ഒക്കത്തില്ല സാറേ, ഒരിക്കലും ഒക്കത്തില്ല. അതേ ഒരേ ഒരു നിർബന്ധം, അത് പറഞ്ഞാൽ ഒക്കുമോ? അത് തിരിച്ചെടുക്കണ്ടേ? അത് എടുക്കാനൊക്കത്തില്ലെന്ന് കണ്ടപ്പോൾ താൻ തൻ്റെ റിസർച്ച് സെന്ററിൽ പോയി ഒരു ചെറിയ കാന്ത കഷ്ണം എടുത്തുകൊണ്ട് വന്ന് ഒരു നൂലിൽ കെട്ടിയ ശേഷം ആ തരി വാരി ഇട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഈ മാഗ്നറ്റ് താഴോട്ട് ചെന്നപ്പോൾ പലയിടത്ത് ചെതറിക്കിടന്ന ഇരുമ്പു തരികളെല്ലാം കൂടെ പൊങ്ങി ഈ മാഗ്നറ്റത്തെ പറ്റുന്ന കണ്ടു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ മരിച്ച 1000 വർഷം കഴിഞ്ഞാലും അവന്റെ ഇടയനായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ എഴുന്നേൽക്കും. ഇരുമ്പ് കാന്തം കണ്ടപ്പോൾ ഇരുമ്പ് എഴുന്നേറ്റെങ്കിൽ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് എഴുന്നേൽക്കും. ഇവരൊക്കെ എത്ര നല്ല ദൈവഭക്തന്മാരായിരുന്നറിയാം. ഐസക് ന്യൂട്ടൻ ബാല്യകാലത്ത് നല്ല ദൈവഭക്തനായിരുന്നു. മുതിർന്നു വന്ന റിസർച്ചിന്റെ പുറകിൽ പോയി. പിന്നെ നിരേശ്വരവാദിയും യുക്തിവാദിയുമല്ല, താനിങ്ങനെ ഒരു പ്രാന്തനെ പോലെ അങ്ങായിപ്പോയി. പക്ഷെ എഡിസൺ മരിക്കും വരെയും ദൈവഭക്തനായിരുന്നു. തോമസ് ആൽവാ എഡിസൺ ഇലക്ട്രിസിറ്റി ഈ ബൾബ് കണ്ടുപിടിക്കുകയാണ്. കാരണം എന്താ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചാട്ട്. അവൻ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഡാം ഉണ്ടാക്കുവാൻ എത്ര വർഷം മുമ്പുള്ളതാണ്? എത്ര വർഷം മുമ്പ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു വലിയ ഡാമുകൾ. അമേരിക്കയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പേർഷ്യൻ നാടുകളിലും നമ്മുടെ കേരളക്കരയിൽ തന്നെ ഇടുക്കിയിൽ ഡാമുണ്ട്, മുല്ലപ്പെരിയാറിൽ ഡാമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എണ്ണപ്പെട്ട നാളല്ലേ ഉള്ളൂ. പക്ഷെ എത്ര വർഷം മുമ്പ് പറഞ്ഞു, നീരൊഴുക്കുകളെ ചോരാതെ കെട്ടി നിർത്തും. ഇനിയും ഈ കെട്ടി നിർത്തിയ വെള്ളം ഉപയോഗിച്ച് ഗുപ്തമായത് വെളിച്ചമാക്കി കൊണ്ടുവരും. തോമസ് ആൽവാ എഡിസൺ ഈ ബൾബ് കണ്ടുപിടിച്ചു. നമ്മൾ 35 രൂപയ്ക്ക് ബൾബ് മേടിച്ച് കയറ്റിയിട്ട് ഓൺ ചെയ്ത് കഞ്ഞിയും കറിയൊക്കെ കഴിച്ചങ്ങ് പോകുന്നതേ ഉള്ളൂ. ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന്? ഐസക് ന്യൂട്ടന്റെ ശവകുടീരം നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയാൽ കാണാം. അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, മാനവരാശിയെ നിന്റെ സൃഷ്ടാവായ ദൈവം നിനക്ക് ദാനമായി ഇങ്ങനൊരുവനെ തന്നല്ലോ. നമ്മൾക്ക് എന്തോ കണ്ടുപിടിക്കാൻ അറിയാം? നമുക്കൊന്നും തന്നെ അറിഞ്ഞുകൂടാ. വല്ലതും കഴിച്ചു കുടിച്ച് കാലും എണ്ണി കൈയും തിരുമ്മി കാലും തിരുമ്മി പോകുന്നല്ലാതെ നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല. മലയാളികളെ കുറെ കണ്ടുപിടുത്തമുണ്ട്, എല്ലാം നമുക്ക് വിശദമായി പറയാൻ സമയം പോരാ. എന്നാൽ ഇവരെയൊക്കെ ദൈവഭക്തന്മാരെ ദൈവം നമുക്ക് തന്നതല്ലേ? തോമസ് ആൽവാ എഡിസനെ ദൈവം തന്നതല്ലേ? നന്ദിയുണ്ടോ? എനിക്കെപ്പോഴും നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം ദൈവമക്കൾ. ചിലപ്പോഴൊക്കെ ബൾബ് ഇടുമ്പോൾ ഞാനതേ നോക്കി എൻ്റെ യജമാനോട് നന്ദി പറയാറുണ്ട്. അങ്ങനെ ഒരാളെ തന്നല്ലോ. 2000ഓളം റിസർച്ച് ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ട് 2001 വാക്യം വെച്ചോണ്ട് ഏതാണ് ഗുപ്തമായത് വെളിച്ചമാക്കുവെന്ന് ഇന്നേക്ക് 4000 വർഷം മുമ്പ് മനസാക്ഷികത്തിൽ ജീവിച്ച യോബ് പറഞ്ഞിരുന്നല്ലോ. നീരൊഴുക്കിനെ ചോരാതെ കെട്ടി നിർത്തി ഡാമുകൾ ഉണ്ടാക്കി അതിനെ ഇലക്ട്രിസിറ്റി ആക്കി പുറത്തു കൊണ്ടുവന്ന് വെളിച്ചമാക്കും. സംഭവം എത്ര സത്യമാണ്? ബൈബിളിന് സ്വാധീനമുണ്ടോ? പണ്ട് തന്നെ ഈ ഭാരതീയർ ബൈബിൾ വിശ്വസിച്ച് നീങ്ങിയിരുന്നെങ്കിൽ ഈ ഭാരതീയർ ഇന്ന് ലോകത്തിലെ
ഏറ്റവും വലിയൊരു രാജ്യമായി മാറിയതിനെ സംശയമൊന്നുമില്ല ദൈവമക്കളെ. അബ്ദുൽ കലാമിനെ തന്നെ നാം നോക്കിയാൽ താനൊരു ഇസ്ലാമിക ഭക്തനായിരുന്നെങ്കിലും തൻ്റെ അടിസ്ഥാനമായ എല്ലാ റിസർച്ചിൻ്റെ പിന്നിലും താൻ ബൈബിളിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ബൈബിളിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ആകയാൽ ശാസ്ത്രീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പ്രവചനത്തെ നമ്മൾ വീക്ഷിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിൽ, ഈ ബൾബിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിൽ ബൈബിളിന് വലിയ പ്രാധാന്യമുണ്ട്. ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് നന്ദി ദൈവത്തോട് പറഞ്ഞേക്കണം. എന്നും പറയാനൊന്നും ഒത്തില്ലെങ്കിലും കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. നമുക്ക് വെട്ടമില്ലാതെ പരക്കം പാഞ്ഞ് കിടന്ന് ഓടാതെ ഇതിങ്ങനെ എത്ര പേർ കണ്ടുപിടിച്ചു. ഒരാൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, ഇനി മറ്റൊരാളത് ബൾബാക്കി ആയിരക്കണക്കിന് മൈൽ ചെമ്പു കമ്പിയിൽ കൂടെ ഈ വൈദ്യുതി കൊണ്ടുപോകാമെന്ന് കണ്ടുപിടിച്ചു. ഊണ് ഉറക്ക കളഞ്ഞാണ്. ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കുട്ടിക്കാലത്ത് ആടുമേയ്ക്കാൻ പോകുമ്പോൾ മൂക്കത്തൊരു ആപ്പിൾ വീണതാണ് ബുദ്ധി ഓപ്പണായത്. നമ്മുടെ പിള്ളേരുടെ മൂക്കത്ത് ആപ്പിൾ വീഴുന്നെങ്കിൽ ചില മടയന്മാർ കരയും. ചില മടയന്മാർ എടുത്ത തുണിത്തുമ്പത്തോട്ട് തേച്ചിട്ട് ഒറ്റ കടി കടിക്കും, ദൈവം തന്നെന്ന് പറയും. ചുറ്റും നോക്കും. മലയാളി അങ്ങനല്ലേ? ഞാൻ പണ്ടൊരു കൊച്ചു കുഞ്ഞിനെ കണ്ടു കേട്ടോ. ആ കുഞ്ഞിൻ്റെ കയ്യിലെ 2 കയ്യിൽ ഓരോ പപ്സ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ എന്തിനോ ചെന്നപ്പോൾ അതൊന്ന് തിന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഒന്ന് പാസ്റ്റപ്പച്ചന് തരാമോ? അത് ചുറ്റും നോക്കിയിട്ട് അതേലൊരു കടി കടിച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? ഒന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്തത്തേലും കടിച്ചത് ഇനിയിപ്പം കൊടുക്കാനൊക്കത്തില്ലല്ലോ. മലയാളികളുടെ ബുദ്ധി ഭയങ്കരമാണ്. ഞാൻ എടുത്ത പോലെ ചോദിച്ചു, കുഞ്ഞ് വല്യപ്പച്ചൻ്റെ കൂടാണോ? അതെ. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞില്ല. കാര്യം ഇത് മറ്റാരിൽ നിന്നും കണ്ടുപിടിച്ചതല്ല, ബഹുമാനപ്പെട്ട കുഞ്ഞിൻ്റെ വല്യപ്പച്ചൻ്റെ കയ്യിലിരിപ്പ് തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ ഐസക് ന്യൂട്ടനെ കുറിച്ച് കേട്ടിട്ടില്ലേ? മൂക്കത്തോട്ട് വീണു, ഉറങ്ങുകയായിരുന്നു, മൂക്കത്തോട്ട് വീണു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഈ ആപ്പിളിന് മേലോട് പോയിക്കൂടെ? താനതെടുത്ത് ഒരൊറ്റേറിഞ്ഞു. ഒരു 3 മീറ്റർ അകലെ പോയി ഇത് കുത്തി വീണിട്ട് വീണ്ടും പൊങ്ങി തൻ്റെ ചിന്താമണ്ഡലം പ്രവർത്തിക്കാൻ തുടങ്ങി. സെക്കൻഡിൽ 7000 മൈൽ വേഗതയിൽ ഭൂമിയിൽ നിന്ന് കുതിച്ചു പായുന്ന ഏതൊന്നിനും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഖണ്ഡിക്കാമെന്നുള്ളത് ആ മഹാനാണ് കണ്ടുപിടിച്ചത്. ദൈവം ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് തന്നല്ലോ. ഇങ്ങനെ പിന്നെ ചിന്തിച്ച് എന്ത് ചെയ്ത് ചില ജനറേറ്ററൊക്കെ കണ്ടില്ലേ, ആദ്യം അങ്ങോട്ട് ഓടിയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഓടും. വയസ്സാം കാലത്തെല്ലാം തിരിച്ചോടി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടെ പഠിച്ച ഒരു സ്നേഹിതൻ കണ്ടു. സ്നേഹിതൻ ഐസക്കിനോട് ചോദിച്ചു, ഐസക്കെ കല്യാണമൊന്നും കഴിച്ചില്ല. അപ്പം അദ്ദേഹം പറയാം, ഞാനങ്ങ് മറന്നുപോയെന്ന്. കല്യാണം കഴിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവരുടെ മനോഭാവം എന്തായിരിക്കും? ഐസക് ന്യൂട്ടൻ പറയാം, ഞാൻ മറന്നുപോയെന്ന് കല്യാണം കഴിക്കാൻ. കാര്യം അത്രമാത്രം ഇതിനകത്ത് ചിന്തിച്ച് തല പുകഞ്ഞിങ്ങനെ നടന്ന് ആ ദൈവമക്കളെ ഇതൊക്കെ കണ്ടുപിടിച്ചത്. നമുക്കിപ്പോൾ ഇച്ചിരി പൈസ കാണും, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോയി എന്തും മേടിക്കാം, എന്തും ഉപയോഗിക്കാം. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ എത്രയോ പേരുടെ ബുദ്ധിമണ്ഡലം, എത്രയോ പേരുടെ കഠിനാധ്വാനം, എത്രയോ പേരുടെ രാവും പകലുമുള്ള ഉറക്കളിപ്പ്, ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിൻ്റെ എല്ലാ അടിസ്ഥാന ഘടകം ബാല്യകാലത്തിലെ അവർ പഠിച്ചു വന്ന വിശുദ്ധ തിരുവെഴുത്തെന്ന വെളിച്ചമാണ്. നിന്റെ വചനം എന്റെ തലയ്ക്ക് മീതെ വെളിച്ചമായിരിക്കുന്നു എന്നുള്ള ഭക്തന്റെ വാക്കുകൾ പോലെ ഈ ഇവരെല്ലാം മാന്യരാക്കിയത് ഈ വചനമാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്തതായി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ, ബഹുമാനപ്പെട്ട പരേതനായ പത്രോസ് ലീഗ. അദ്ദേഹത്തിന് വലിയ ഉന്നതമായ കലാലയ വിദ്യയൊന്നുമില്ല. അദ്ദേഹം പ്രസംഗിക്കാൻ വന്ന ഡോക്ടറേറ്റ് ഒന്നും എഴുതാൻ കാണത്തില്ല, ഒന്നുമില്ല. അപ്പൻ മുക്കുവനാണ്, സഹോദരങ്ങളൊക്കെ മുക്കുവരാണ്. കക്കായി മത്സ്യമൊക്കെ പെറുക്കി കുട്ടിക്കാലത്തെ ജീവിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ യേശുവിൻ്റെ അടുക്കൽ വിളിച്ചുകൊണ്ട് വന്നു. യേശു കെഫ എന്ന് വിളിച്ചു. പിൽക്കാലത്ത് വളരെ ശ്രേഷ്ഠനായി. അന്ത്യനാളുകൾ എത്തിയപ്പോൾ പ്രവചനത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ട് താൻ തൻ്റെ ആ ലേഖന ചുരുളുകളിൽ എഴുതി ചേർത്തു, അന്ത്യകാലത്ത് ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഈ ഭൂമിയിലെ പ്രവർത്തികൾ വെന്തഴിയും, ഭൂമിയുടെ മൂലപദാർത്ഥം നിന്നു കത്തും. വായിച്ചാട്ടെ, 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. പത്രോസ്ലിഹായുടെ കാലത്ത് ഈ തിരുവെഴുത്ത് പ്രവചിച്ചാൽ അക്കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? തീപ്പെട്ടി പോലും കണ്ടുപിടിക്കാത്ത കാലം.
ആ കാലത്ത് ഈ ഭൂമിയുടെ മൂലപദാർത്ഥം ഹൈഡ്രജനും ഓക്സിജനും നിന്ന് കത്തുവെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുമോ? ഈ കാണുന്ന ആകാശം ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുമോ? മനുഷ്യൻ കഠിനാധ്വാനത്തുണ്ടാക്കിയ മണിമന്ദിരങ്ങൾ ഉരുകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ലോകം വിശ്വസിച്ചില്ല. പക്ഷേ ബൈബിൾ സത്യമാണ്. വർഷങ്ങൾ പലത് കടന്നുപോയി. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മഹാനാണ് ഈ ആറ്റത്തെ വിഘടിപ്പിക്കാം എന്നുള്ള രഹസ്യം കണ്ടെത്തിയത്. ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ ഈ അപ്പോസ്തലന്റെ വാക്കിന്റെ പിന്നിൽ റിസർച്ച് നടത്തി ഭൂമിയിലെ ഏറ്റവും ചെറിയ കണങ്ങളെയും വിഘടിപ്പിച്ചെടുക്കാം എന്നുള്ള രഹസ്യം അദ്ദേഹം കണ്ടുപിടിച്ചു. താൻ കണ്ടെത്തിയത് എവിടെ പരീക്ഷിക്കുമെന്നുള്ളത് കാത്തിരുന്നു. എന്നാൽ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യനാളുകളിൽ ബ്രിട്ടീഷും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് ജപ്പാനെയും അവന്റെ സഖ്യകക്ഷികളെ ആക്രമിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പക്കൽ ഉണ്ടായിരുന്ന 2 ആറ്റം ബോംബ്, ഹിരോഷിമ നാഗസാക്കി എന്ന് പറയുന്ന ജപ്പാനിലെ പ്രശസ്തമായ 2 പട്ടണങ്ങളുടെ മേലിട്ട് ആ പ്രശസ്തമായ ഹിരോഷിമ ഉരുകി ഒഴുകി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉരുക്കുശാല ഉരുകി, പച്ചവെള്ളം പോലെ ഒഴുകി. അതിന്റെ കെട്ടിടങ്ങൾ ഹിമം പോലെ ഒഴുകുന്നത് കണ്ടപ്പോൾ പത്രോസിന്റെ വാക്കിനെ ലോകം അംഗീകരിച്ചു. ലോകം ആകാശം കൊടുമുഴക്കത്തോട് നീങ്ങും, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയഴിയും. വാക്കിന് വ്യത്യാസം വരുമോ? ശാസ്ത്രീയ മണ്ഡലത്തിലെ പ്രവചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പത്രോസിന്റെ വാക്കൊന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം ആരേലും വിശ്വസിക്കുന്നു? എനിക്ക് തോന്നുന്നത് ഇത് പ്രവചിച്ചെഴുതിയ പത്രോസും വിശ്വസിച്ചോ എന്ന് സംശയമാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമ്മുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന തീപ്പെട്ടി പോലും കണ്ടെത്താത്ത കാലം. ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങുമെന്നും ഭൂമിയുടെ മൂലപദാർത്ഥം കത്തുമെന്നും ആര് വിശ്വസിക്കും? ഇതിനെല്ലാം ദൈവം ഈ ബ്രിട്ടീഷുകാരയിൽ കൊണ്ട് ഇത് കൊടുത്ത എന്തിനാണെന്നറിയാമോ? 200 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വാണു. ലോകം മുഴുവൻ അവരയിൽ കൊടുത്തു. കാരണം ആ രാജകൊട്ടാരത്തിൽ നിന്നാണ് ബൈബിളിന് ക്രമീകരണം വന്നത്. കിങ് ജെയിംസ് രാജാവ് തന്റെ കൊട്ടാരത്തിൽ യഹൂദ റബിമാരെ വിളിച്ചു വരുത്തി ക്രൈസ്തവർക്ക് പ്രദാനം ചെയ്യുവാനുള്ള ബൈബിൾ ഇങ്ങനെ ക്രമീകരിച്ചപ്പോൾ, സുവിശേഷത്തോടുള്ള അവരുടെ എരിവ് കണ്ടപ്പോൾ ദൈവം തമ്പുരാൻ ഈ മുഴു ലോകവും ബ്രിട്ടീഷുകാരയിൽ കൊടുത്തു. അവർ ലോകം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് അവരെ വിശേഷിപ്പിച്ചു. എന്തിനു വേണ്ടി? സുവിശേഷം ലോകത്തിൽ കൊണ്ടെത്തിക്കാനാണ് ദൈവം ബ്രിട്ടീഷുകാരയിൽ ഇതൊക്കെ കൊടുത്തത്. ഇവരെല്ലാം ദൈവഭക്തന്മാരായിരുന്നു, ദൈവമക്കളെ. ഈ മഹാന്മാരെയൊക്കെ നിങ്ങൾ പഠിച്ചു. ഇതെല്ലാം റിസർച്ച് ചെയ്തവർ ബൈബിളിന്റെ പിന്നിലാണ്. പത്രോസ് ഈ വാക്ക് പറഞ്ഞു. ലോകത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മളൊന്നും വിശ്വസിക്കത്തില്ലല്ലേ? പക്ഷെ 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ബ്രിട്ടീഷുകാർ ഈ ബോംബിട്ടു. ബോംബ് ഭൂമിയിലേക്ക് പതിഞ്ഞു. 1.5 മൈൽ ആഴത്തിലേക്ക് പോയി. ഏതാണ്ട് 10,000 അടി പൊക്കത്തിലേക്ക് പോയി. മനുഷ്യൻ കണ്ണെത്തുന്ന ദൂരത്തോളമുള്ള ആകാശത്തെ ചുട്ടരിച്ചു. അവിടം വെന്തുരുകി. ഉരുക്കുശാല ഉരുകി തിളച്ചു. 100 ഡിഗ്രി ചൂടിൽ പച്ചവെള്ളം തിളയ്ക്കുന്നു. 800 ഡിഗ്രി ചൂടിൽ ഇരുമ്പ് ഉരുകി ഒഴുകുന്നു. ഏതാണ്ട് 1,00,000-ലധികം ചൂടിൽ ഇതങ്ങോട്ട് കത്തിയിട്ട് ഭൂമി നിന്ന് കത്തുകയാണ്. ലോകം അംഗീകരിച്ചു, ബൈബിൾ സത്യമാണ്. ശാസ്ത്രീയ മണ്ഡലത്തിലെ പ്രവചനങ്ങളുടെ നിവർത്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്തതായി ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്. വാക്കിങ്ങനെയാണ്: നീ യുദ്ധകാലത്തേക്ക് ഹിമത്തെ സൂക്ഷിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരാം. 38-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാട്ട്. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? യുദ്ധകാലത്തേക്ക് ഹിമത്തെ സൂക്ഷിക്കുന്നു ഒരു വാക്കുണ്ടല്ലോ. അതിന്റെ വാക്കില്ലേ? യുദ്ധകാലത്തേക്ക് കണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഹിമത്തെ പോരും പടയുമുള്ള ദിവസത്തേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യൻ നാട്ടിൽ ജീവിച്ചിരുന്ന ദൈവഭക്തനായ ഇയ്യോബിന്റെ പുസ്തക ചരിത്രത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് വായിച്ചു കേൾപ്പിച്ചത്.
ഹിമത്തെ നീ പോരും പടയുമുള്ള ദിവസത്തേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. അതെന്തിനാണ് ദൈവം തമ്പുരാനെ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലൊക്കെ പണ്ടേ നമ്മുടെ അപ്പന്മാരുടെ കയ്യിലൊക്കെ ബൈബിൾ കിട്ടിയിരുന്നെങ്കിൽ, ഈ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ റിസർച്ച് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ എത്ര വലുതായെന്നറിയോ? നമ്മുടെ ഇവിടെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതൊക്കെ കഞ്ചാവൊക്കെ അടിച്ചെഴുതിയ ഓരോ മതഗ്രന്ഥങ്ങളും ചരിത്രവും ഒക്കെ കിട്ടി ലെവലും വെളിവില്ലാതെ ആയിപ്പോയതല്ലാതെ ഈ വേദപുസ്തകമൊക്കെ വർഷങ്ങൾക്ക് അല്ലേ 1000 കൊല്ലം മുമ്പ് തന്നെ ബൈബിളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ എത്രമാത്രം ഉയരങ്ങളിൽ എത്തിയേനെ. ഇതെല്ലാം യൂറോപ്പ്, പ്രത്യേകിച്ച് ബ്രിട്ടൻ, യഹൂദൻ ഇവനോടൊക്കെ ചുറ്റിത്തിരിഞ്ഞായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു വാക്യം വായിച്ചു കേട്ടത്, പോരും പടയുമുള്ള ദിവസത്തേക്ക് ഹിമത്തെ സൂക്ഷിച്ചിര്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. എന്തെന്നറിയാമോ? TNT ഗ്യാസിന്റെ കണ്ടുപിടുത്തം. TNT ഗ്യാസ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇപ്പോൾ കിട്ടും. വലിയ പാറമടകളിലൊക്കെ പാറ പൊട്ടിക്കുന്നത് TNT ഗ്യാസിന്റെ തിയറി വെച്ച് ഒരു ചെറിയ പവറാണ്. TNT ഗ്യാസ് കണ്ടുപിടിക്കുന്നത് ഒരു യഹൂദ ശാസ്ത്രജ്ഞനാണ്. ഒന്നാം ലോക മഹായുദ്ധം 1914 തുടങ്ങി 19 വരെ നിന്നു. രണ്ടാം ലോക മഹായുദ്ധം 1939 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടനാണ് ഏറ്റവും വലിയ ശക്തി. അവന്റെ പിന്നിലാണ് അമേരിക്ക നിൽക്കുന്നത്. ബ്രിട്ടന് ആ കാലത്ത് വെടിമരുന്ന് കൊടുത്തോണ്ടിരുന്നത് ടർക്കി ആയിരുന്നു. ടർക്കി വെടിമരുന്ന് കൊടുത്തോണ്ടിരുന്നു, ബ്രിട്ടൻ ജയിച്ചുകൊണ്ടിരുന്നു. അധികം വൈകും മുമ്പ് എന്ത് ചെയ്തു? ടർക്കി കാലുമാറി, ബ്രിട്ടന് വെടിമരുന്നില്ലാതായി. ബ്രിട്ടൻ തോറ്റ് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടൻ തോക്കുമെന്ന് 100% ലോകം പ്രഖ്യാപിച്ചു. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു യഹൂദനായ ശാസ്ത്രജ്ഞൻ തന്റെ റിസർച്ച് സെന്ററിൽ TNT ഗ്യാസ് കണ്ടുപിടിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ TNT ഗ്യാസ് അന്തരീക്ഷത്തിലെ ചെറിയ ഊഷ്മാവിൽ പോലും, ചെറിയ ചൂടിൽ പോലും പൊട്ടിത്തെറിക്കും. എന്ത് ചെയ്യാനൊക്കും? TNT ഗ്യാസ് ഭയങ്കര സ്ഫോടന ശേഷിയുള്ളതാണ്. അത് തോക്കിനകത്തിട്ട് ഒരൊറ്റയടി അടിച്ചു കഴിഞ്ഞാൽ ഒരു ഏറിയ മുഴുവൻ അടിച്ച് തീർത്തു തരും. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോകും? ഭക്തനായ മനുഷ്യന്റെ മനസ്സുരുകി റിസർച്ച് നടത്തി TNT ഗ്യാസ് കണ്ടുപിടിച്ചു. നല്ല അത്യുഗ്രമായ 2 ദ്രാവകങ്ങൾ തമ്മിൽ ചേർത്തുണ്ടാക്കിയ വാതകമാണിത്. ഇത് അന്തരീക്ഷത്തിൽ പൊട്ടിയാൽ ഒരു വലിയ നാശം ഉണ്ടാക്കാം. പക്ഷേ ഈ ചൂടിന് എന്ത് ചെയ്യും? എന്താ ചെയ്യാനൊക്കുന്നത്? താൻ മുഴങ്കാൽ മടക്കി തിരുവഴുത്തിന്റെ ആഴങ്ങൾ തപ്പി പെട്ടെന്ന് ഈ വാക്ക് കണ്ടുപിടിച്ചു. നീ ഹിമത്തെ പോരും പടയുമുള്ള ദിവസത്തേക്ക് സൂക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധിമണ്ഡലം വർദ്ധിക്കാൻ തുടങ്ങി. ഹിമം പോരും പടയുമുള്ള ദിവസത്തിന് കൊള്ളുമോ? എന്താണ് അതിന്റെ രഹസ്യം? ഉടനെ തന്നെ താൻ ഐസ് ബാറുകൾ കൊണ്ടുവന്ന് താൻ കണ്ടെത്തിയ TNT ഗ്യാസുകൾ ചെറിയ ബോട്ടിലുകളിലാക്കി ഐസ് ബാറിനകത്ത് പൊതിഞ്ഞ് യുദ്ധകളത്തിലേക്ക് കൊടുത്തയച്ചു. ബ്രിട്ടീഷുകാർ അത് ഉപയോഗിച്ചു. അവർ ജർമ്മന്റെ മേൽ ജയം നേടി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചതിന്റെ പിന്നിലുണ്ടായ സംഭവം ഈ TNT ഗ്യാസ് ആണ്. എത്ര വർഷം മുമ്പ് യോബ് പറഞ്ഞതാണ്? യുദ്ധകാലത്തേക്ക് നീ ഹിമത്തെ നിന്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസർച്ച് നടത്തിയത്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. പലരും ഇപ്പോഴേ ഉറങ്ങിത്തുടങ്ങി. നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങും മുമ്പ് ഞാൻ നിർത്തിയേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. TNTയുടെ കാര്യം പറഞ്ഞിട്ട് ഉറങ്ങുന്നെങ്കിൽ പിന്നെ ഇനി എന്ത് പറഞ്ഞാണ് നിങ്ങൾ ഉണർന്നിരിക്കുന്നത്? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ദൈവമക്കളെ. അപ്പോൾ ദൈവവചനത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ ശാസ്ത്രീയ പ്രവചനങ്ങളുടെ നിരയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അതിവേഗം സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം ദൈവമക്കളെ. ഈ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി വലിയൊരു അത്ഭുതമാണ്. ഏതാണ്ട് 1969 തോന്നുന്നു. 1969 ജൂലൈ മാസം 21-ാം തീയതി അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ അപ്പോളോ എന്നൊരു ഉപഗ്രഹത്തിൽ പോയി ചന്ദ്രനിൽ കാലുകുത്തി. ഇന്ന് ഇസ്രായേൽ അതൊന്നും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഇസ്രായേൽ പറയുന്നത് വെറും വെട്ടീരാണെന്നാ പറയുന്നത്. എന്നാലും അത് ലോകം അംഗീകരിച്ചു. അതിനുശേഷം അനേകർ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ അനേകർ അവിടെയൊക്കെ ഉപഗ്രഹങ്ങളെയൊക്കെ അയച്ച് റിസർച്ച് നടത്തി. ഇപ്പോൾ അവിടെ പോയി ചന്ദ്രനിൽ റിസർച്ച് നടത്തി അവിടുത്തെ മണ്ണൊക്കെ വാരി പലരും കൊണ്ടുവന്നല്ലോ. പലരും അത് കണ്ടു. ലോകം അത് അംഗീകരിച്ചു. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അത് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ചന്ദ്രനിൽ കാലുകുത്തി ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് പൈസ ഒന്നും ആകത്തില്ല. നിങ്ങൾ അമേരിക്കയിൽ പോയി അവിടുത്തെ വാന നിരീക്ഷകരായ നാസയോട് ആവശ്യപ്പെട്ടാൽ വെറും 6 കോടി രൂപ കൊടുത്താൽ നിങ്ങളെ 3 മാസത്തേക്ക് ശൂന്യാകാശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും. താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? 6 കോടി രൂപ. ഇവിടെ സിറ്റിയിൽ എങ്ങാനും സ്ഥലം ഉണ്ടെങ്കിൽ വിറ്റാൽ മതി. 6 കോടി രൂപയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരാറുണ്ട്. വെറും 6 കോടി രൂപ കൊടുത്താൽ മതി.
കുടുംബ പ്രശ്നമുള്ളവരോട് ഞാൻ പറയാം, ഉള്ള വസ്തു വിറ്റിട്ട് നേരെ അവിടെ കാണു പോകും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നാളൊരു കള്ളുകുടിയനെ, ഞാൻ തലമുടി വെട്ടാൻ പോയിരിക്കുമ്പോൾ ഒരു കള്ളുകുടിയൻ അവിടെ നിന്ന് പറയുകയാണ്, എന്ത് ചെയ്യാനാ, രണ്ടിടത്തെ ഉള്ളായിരുന്നു സ്ത്രീകളുടെ സാന്നിധ്യമില്ലാതെ, ഇല്ലെങ്കിൽ കുടുംബ പ്രശ്നവും വഴക്കും ഇല്ലാതിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെവിയോർത്തി, ഞാനിങ്ങനെ ഒരു തുണി പുതച്ചിരുന്നോണ്ട് അദ്ദേഹം എന്നെ മനസ്സിലായില്ല. അവൻ പറയാ, ഒന്ന് ശബരിമലയിൽ, അവിടെ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ, അവിടെ സ്ത്രീകൾ കയറുന്നില്ല. ഇപ്പം തണ്ടറ കോടതി പറഞ്ഞു അവിടെ കയറിക്കോളാൻ, അവിടെയും സമാധാനം പോയി. രണ്ടാമത്തെ വിഷയം ഏതാണ്? ബാറുകളിലാണ്. എന്ത് ചെയ്യാനാ, ബാറും പൂട്ടി. ഒരു കള്ളുകൂടിയ മനോവേദനയോടെ ഇരുന്ന് പറയുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഒരു 6 കോടി രൂപ നാസായിക്ക് കൊടുത്താൽ നിങ്ങളെ 3 മാസം ശൂന്യാകാശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കും. സ്റ്റാൻഡേർഡ് ഫുഡ് കിട്ടും, സുഖം പരിപാടിയാ. പോകാൻ താല്പര്യമുണ്ടോ? ഇത് അമേരിക്ക ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. ഞാൻ പറഞ്ഞല്ലോ 1969 ജൂലൈ മാസം 21-ാം തീയതി അപ്പോളോ എന്ന ഉപഗ്രഹത്തിൽ ചന്ദ്രനിൽ കാലുകുത്തുമ്പോൾ ലോകം അഭിമാനിച്ചു, അമേരിക്ക ആർത്തു വിളിച്ചു. പക്ഷേ മശിഹ ജനിക്കുന്നതിന് 530ഓളം വർഷങ്ങൾക്കപ്പുറം ഒബേദ് എന്ന പ്രവാചകൻ പറഞ്ഞിരുന്നു, നീ പറന്ന് കഴുകനെ പോലെ പറന്ന് നീ നക്ഷത്രങ്ങൾക്കിടയിൽ കൊണ്ടുപോയി കൂട് വയ്ക്കും. ഇപ്പൊ നാസ അവിടേക്ക് കൂട് വെക്കുക, 5 സ്റ്റാർ ഹോട്ടൽ പണിയുകയാണ്. പോകേണ്ടിയവർക്ക് വേണേ പോകാം. ഞാൻ പറഞ്ഞിട്ട് ഈ കാശെല്ലാം കൂടെ വെച്ച് ബാങ്കിലൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ ചില മനുഷ്യരുടെ പിശുക്കന്മാരെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളിയാണ്, എല്ലാ കാര്യത്തിലും പിശുക്കന്മാരാ. ചക്കയായി കഴിഞ്ഞാൽ പിന്നെ ആ ചക്കയോട് ചെയ്യുന്ന പ്രയോഗം കണ്ടുണ്ടോ? അത് കൊച്ചു ചക്ക ആയിരിക്കുമ്പോഴേ പറിച്ചെടുത്തിട്ട് ഇടിച്ചക്ക എന്നും പറഞ്ഞൊരു പ്രയോഗം. ഇടിച്ചക്ക, തൊഴിച്ചക്ക എന്ന് വേണ്ട, അവൻ്റെ ഗതികേടാന്ന് പറഞ്ഞവൻ. ഇഷ്ടംപോലെ കാശുണ്ട്, അതൊക്കെ ബാങ്കിലിടും. 10 വയസ്സായിരിക്കും ഗുണം ഉണ്ടാകത്തില്ല. ഇനിയും പോട്ടെ, ഒരു നല്ല ആഹാരം കഴിക്കും, അത് കഴിക്കത്തില്ല. എല്ലാം കീടനാശിനിയാണ് അല്ലേ, വിഷമാണ്, പോയിസണാണ്. അണ്ണാൻ തിന്നെ, ബാക്കി ഓമയ്ക്കായും തിന്നെ, എലി കുത്തിയ ബാക്കി തേങ്ങാ വെള്ളവും കുടിച്ച് ഇവൻ്റെ കാലം കഴിക്കുക. ഇനിയും കട്ടിലേ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? കട്ടിലേ കിടന്നാൽ പോലും വളഞ്ഞു കിടക്കുന്നവരുണ്ട്, അത് അത്ഭുതം. ഇവിടെ അവനവൻ്റെ കട്ടിലെ നേരെ ഞാൻ കിടന്നുകൂടി, അതിനുപോലും പിശുക്ക് പിടിക്കുന്നവരുണ്ട്. ആ കട്ടിലേ കിടക്കുമ്പോഴും പകുതി വളഞ്ഞു കിടക്കും. എന്തിനാണോ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ഈ എണ്ണപ്പെട്ട ദിവസങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ഓർത്തുകൊള്ളണേ. എൻ്റെ 25,500ഓളം ദിവസം കാണ്ടേ ഉള്ളൂ. 70 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. നമുക്കൊക്കെ എണ്ണപ്പെട്ട ദിനങ്ങളേ ഉള്ളൂ. ഞാൻ കൂടെ നിങ്ങളോട് പറയാറില്ലേ, വല്ലപ്പോഴുമെങ്കിലൊക്കെ എല്ലാവരിലും മൊബൈലില്ലേ, ഉറക്കമൊക്കെ വരാത്തപ്പോൾ എഴുന്നേറ്റിരുന്ന ഇപ്പം എത്ര വയസ്സുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കിയൊന്ന് കണക്ക് കൂട്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒരു 70 വയസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ 365 × 70, 365 × 70 കൂട്ടിയാൽ 25,567 ദിവസമേ ഉള്ളന്നേ. നമ്മളൊക്കെ ഇവിടുന്ന് പോകണം. ചിലരിതൊന്നും ചിന്തിക്കുന്നില്ല, പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ല. എല്ലാവരും പോകും, ഞാനിവിടെ ഇരിക്കുമെന്നും പറഞ്ഞ ചെല്ലുണ്ടില്ലേ. പ്രാർത്ഥിക്കാൻ നേരം തന്നെ നല്ലൊരു അമ്മ രോഗിയായി കിടക്കുക, മക്കളെല്ലാവരും കൂടെ വന്നു പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഈ അമ്മ മരിക്കുന്നില്ല. അപ്പോഴത്തേക്ക് മക്കളും മരുമക്കളൊക്കെ മടുത്തപ്പോഴേ അതിലൊരു കൊച്ചു ഇളയവൻ പറഞ്ഞ, അമ്മച്ചി ഒരു കാര്യം ചെയ്യും, അമ്മച്ചി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മരിക്കും, അമ്മച്ചി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മരിക്കും എന്ന് പറയും. അമ്മച്ചി അവസാനം മനസ്സോടെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വയസ്സ് 90 കഴിഞ്ഞു, കയ്യും കാലും ഒക്കെ കുഴഞ്ഞു, പല്ലും പൊഴിഞ്ഞു, കണ്ണും കൊഴിഞ്ഞു, ഞാൻ വലിയ കഷ്ടത്തിലാണ്. അയ്യോ, ഞാൻ നിമിത്തം എൻ്റെ കുഞ്ഞുങ്ങൾ കഷ്ടത്തിലാണ്. നിനക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ ഇവരെ അങ്ങ് എടുക്കണമേ, ഞാനിവിടെ കിടന്നോളാം. എന്തോ ചെയ്യാമെന്ന് പറയത്. അവര് പ്രാർത്ഥിച്ചിട്ടൊക്കാഞ്ഞിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ പ്രാർത്ഥിക്കുന്ന, അവരെ എടുത്തോ, ഞാനിവിടെ കിടന്നോളാം. ദൈവമക്കളെ, ഈ എണ്ണപ്പെട്ട ദിവസമേ ഉള്ളൂ കേട്ടോ. വല്ലതും കഴിച്ചു കുടിച്ച് കാലുമൊക്കെ നീട്ടി നേരെ വെച്ച് കിടന്നങ്ങ് ഉറങ്ങിക്കോണം. നമ്മളിവിടെ നിന്നും ഒന്നും കൊണ്ടുപോകത്തില്ല. ചില മനുഷ്യൻ ചിന്തിക്കത്തില്ലെന്നേ, നല്ലൊരാഹാരം കഴിക്കത്തില്ല, നല്ലൊരു കാര്യം ചെയ്യത്തില്ല. എല്ലാം തിരുമി. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എല്ലാ രാഷ്ട്രപിതാക്കന്മാരുടെയും ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എന്തോ ഗൗരവത്തിലായിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലേ. എബ്രഹാം ലിങ്കനൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, വാഷിങ്ടൺ എബ്രഹാം ലിങ്കൻ, സൗദി അറേബ്യയിലെ രാജാവൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, എന്തൊരു ഗൗരവത്തിലാണ്. നമ്മുടെ 100 രൂപ നോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് ആ പല്ലില്ലാത്ത മോണ കൊണ്ട് ചിരിച്ചോണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ പിശുക്കന്മാരിങ്ങനെ തിരുമുമ്പോഴേ ഉണ്ടാവുമെന്നാ തോന്നുന്നു. ഉണ്ടായിട്ട് ചിരിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, എണ്ണപ്പെട്ട ദിവസമേ ഉള്ളൂ. വല്ലതും കഴിച്ചു കുടിച്ച് കാല് നേരെ വെച്ച് സമാധാനത്തിൽ ഉറങ്ങി സ്വർഗത്തിൽ പോകാൻ നോക്കണമെന്നേ. നമ്മളിവിടെ നിന്നൊന്നും കൊണ്ടുപോകത്തില്ല സഹോദരങ്ങളെ.
ഒന്ന് നന്നായിട്ട് അറിഞ്ഞാട്ടെ, പലർക്കും ഈ ചിന്തയൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എണ്ണിക്കോണം. 69 വയസ്സായവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എണ്ണിക്കോ. ഇനി 365 ദിവസം കൂടെ ഉള്ളൂ. അതിനിടയിൽ എത്ര സഭ ഞാനിടയ്ക്ക് കൂട്ടി. ഞാൻ നിങ്ങളുള്ള കാര്യം പറയാം. ഇന്നാൾ ഞാൻ കണക്കൂട്ടിയപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ആയുസും ബാലൻസും കൂടെ കണക്കൂട്ടിയപ്പോൾ 6430 ദിവസം കൂടെ ഉള്ളൂ. അതിനകത്ത് എത്ര സഭായോഗം, എത്ര മാസയോഗം, ഇതെല്ലാം കണക്കൂട്ടി വെച്ചിരിക്കുക. ഇപ്പോൾ പോകുമ്പോഴും വരുമ്പോഴും ഓരോ ദിവസം കുറച്ചുകൊണ്ടിരിക്കും. സത്യമാണ് സഹോദരങ്ങളെ, ഒരു ദിവസം പോകണ്ടേ? നമ്മൾ എന്തായി ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എല്ലാവരും പോകും, ഞാനിരിക്കുമെന്നാണോ? മണ്ടത്തരമാണ്. നമ്മളും പോകും. അതുകൊണ്ട് പരമാർത്ഥതയോടെ യജമാനനെ സേവിച്ച് കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ച് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് മനസാക്ഷിയെ കാത്ത് നീതിയെ സൂക്ഷിച്ച് അങ്ങ് ജീവിച്ചു പോക്കോണം. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൈയും കാലും ഇട്ടടിക്കും. നമുക്ക് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. നമ്മൾ മരിച്ചു കിട്ടുന്ന താമസമേ ഉള്ളൂ. ഇപ്പം പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലേലും അപ്പച്ചനെ 5 ദിവസം ഫ്രീസറിൽ വെക്കും, ഇല്ലേ? വെക്കത്തില്ലേ അപ്പച്ച? അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. പൗലോസ് തിമോത്തിയോസിനോട് എഴുതിയിട്ടുണ്ട്, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നു വിശുദ്ധന്മാരെയൊക്കെ തണുപ്പിച്ചുകൊണ്ട് അപ്പച്ചന്മാരെ ഒരു 5 ദിവസം 3 ദിവസമൊക്കെ മോർച്ചറി വെച്ച് തണുപ്പിച്ചിട്ടേ അടക്കത്തുള്ളൂ. ആ തണുപ്പല്ലാതെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് വല്ലവും കഴിച്ചു കുടിച്ച് ദൈവത്തെ വിളിച്ച് അങ്ങ് ജീവിച്ചു പോകണം. പണ്ടൊരാൾ രോഗിയായി കിടക്കുക. അപ്പോൾ ഒരു മിഷണറിയെ പ്രാർത്ഥിക്കാൻ വിളിച്ചൊരു മിഷണറി പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് മുഴങ്കാൽ മടക്കി മിഷണറി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ കരുണ തോന്നി അവനെ സൗഖ്യമാക്കണം. കർത്താവിനോട് പറഞ്ഞ് ഞാൻ അവന് 70 വയസ്സ് കൊടുത്തു. ഇപ്പോൾ 71ാമത്തെ വയസ്സിലാണ്. ഈ കാലം വരെ ഈ 71 വയസ്സുകൊണ്ട് അവൻ ഇതുവരെയും അവൻ്റെ പ്രാണന് ഒരു നന്മയും ചെയ്തിട്ടില്ല. രണ്ട്, അവൻ ഇതുവരെയും അവൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല. അടുത്തത്, അവൻ എൻ്റെ നാമത്തിന് ഒരു നന്മയും ചെയ്തിട്ടില്ല. അവനോടോ സഹപ്രവർത്തകരോടോ എൻ്റെ നാമത്തിലോ ഒരു നന്മയും ചെയ്തില്ല. ഇനി ഞാൻ അവനൊരു 5 കൊല്ലം കൂടെ നിൻ്റെ വാക്ക് കേട്ട് നീട്ടിക്കൊടുത്താലും അവന് കുണം വരാൻ പോകുന്നില്ല. നാളെ നേരം വെളുക്ക് മുമ്പ് ചാവുമെന്ന് പറഞ്ഞു. അപ്പം മിഷണറി പറഞ്ഞു, എന്നാ ശരി ചത്തോട്ടെ, കാര്യം ഇനിയും കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ യജമാനനെ സേവിച്ച് കഴിയുന്നിടത്തോളം നന്മ ചെയ്ത് നമ്മെ സ്നേഹിച്ച് രക്ഷകനെ സ്നേഹിച്ച് അധരം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് നീതിയോടെ ജീവിക്കുക. നമ്മളെല്ലാം വഴിയാത്രക്കാരാണെന്നേ. ഒരു ദിവസം ഇവിടം വിട്ടേച്ചങ്ങ് പോകേണ്ടി വരും. കൂടിയിരിക്കുന്ന എല്ലാവരും കൂടെ നമ്മളെ കൊണ്ടുപോകും. നമ്മളെ ഇങ്ങനെ പെട്ടിക്കകത്താക്കി പെട്ടിയൊക്കെ കെട്ടിയാ ഇറക്കുന്നത്. എന്തിനാണെന്നറിഞ്ഞുകൂടാ. പെട്ടിയെല്ലാം ചുറ്റി കെട്ടിയേ നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടത്തുള്ളൂ. സ്രാവും പിടിച്ചിടും, ബന്നും പഴവും തിന്നേച്ച് അവർ പോകും. അടുത്ത ആഴ്ച ഇത് തന്നെ. ഇപ്പോൾ പോകാനൊന്ന് ഒരുങ്ങിക്കോ, അതാ നല്ലത്. ഓർത്തുകൊള്ളണമേ, നമ്മുടെ ആയുസ്സൊക്കെ എണ്ണപ്പെട്ടതാണ്. ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ചിന്താഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇത് ഈ ശാസ്ത്രം കണ്ടെത്തി അവിടെ ശൂന്യാകാശത്ത് വീട് പണിയാൻ ഇപ്പം നാസ റിസർച്ച് നടത്തി വമ്പൻ ഹോട്ടലുകളാണ് പണിതിരിക്കുന്നത്. ഇത്ര വർഷം മുമ്പുള്ളതാണ്. മശിഹ ജനിക്കുന്നതിന് ഏറെക്കുറെ 500 വർഷങ്ങൾക്ക് മുൻപ് ഒബേദ് എന്ന പ്രവാചകൻ, ഒന്ന് വായിക്കാമോ വാക്യം? ഒബേദ് 4-ാം വാക്യം. നീ കഴുകനെ പോലെ ഉയർന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ നക്ഷത്രത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി കൂട് വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന്. അവൻ നക്ഷത്രത്തിനിടയിൽ കൂട് പണിയുമെന്നുള്ളത് ബൈബിൾ പറഞ്ഞതാണ്. ദൈവമക്കൾ, ചന്ദ്രനിൽ കാലുകുത്തിയത് യാദൃശ്യമാണെന്നും ശാസ്ത്രമാണെന്നും ലോകം പറയും. ബൈബിൾ പറയുന്നു അല്ല. വർഷങ്ങൾക്ക് മുൻപേ 2500 വർഷം മുമ്പ് പറഞ്ഞു, നീ പോയി ശൂന്യാകാശത്തിൽ നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കെട്ടാൻ പോകുമെന്ന്. ശാസ്ത്രം എത്ര പുരോഗമിച്ചു. വേദപുസ്തകമാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ദൈവമക്കളെ. ഈ ഭൂമി വൃത്താകാരമാണ്. ഭൂമി വൃത്താകാരം. ഒരു കാലം വരെയൊന്നും ഇത് മനുഷ്യൻ അംഗീകരിച്ചിരുന്നില്ല. ഗലീലിയോ എന്നൊരു ശാസ്ത്രജ്ഞനാണ് ഭൂമി വൃത്താകാരമാണെന്ന് പറഞ്ഞത്. തൻ്റെ കണ്ടുപിടുത്തം വലിയ കണ്ടുപിടുത്തമായിരുന്നു. വൃത്താകാരമാണെന്ന് താൻ കണ്ടുപിടിച്ചപ്പോൾ ലോകം തന്നെ അംഗീകരിച്ചില്ല. അന്നത്തെ റോമൻ കത്തോലിക്ക പോപ്പ് വിളിച്ച് താക്കീത് കൊടുത്തു, മണ്ടത്തരം പറയരുതേ എന്ന് പറഞ്ഞു. മനസ്സുകൊണ്ട് ഭൂമി ഉരുണ്ടതാണെങ്കിലും പോപ്പിനെ പേടിച്ചിട്ട് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു പോയി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇന്നേക്ക് ഏറെക്കുറെ 530 വർഷങ്ങൾക്ക് മുൻപ് യൗവനക്കാരനായ ഒരു നാവികൻ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത കൊളംബസ് എന്ന് പറയുന്നവൻ അമേരിക്കയിൽ കാലുകുത്തുമ്പോൾ ലോകം പറഞ്ഞു ഭൂമി വൃത്താകാരമാണ്. സംഭവം യാദൃശ്യമാണോ? യോബ് പറഞ്ഞു ഭൂമി വൃത്താകാരമാണ്. അടുത്ത കാലത്ത് റഷ്യയിലെ എർത്ത് റിസർച്ച് സെന്റർ റിസർച്ച് നടത്തിയ ശേഷം അവർ പറഞ്ഞു ഭൂമിയുടെ ഉൾവശം വേഗുകയാണെന്ന്. ലോകം അംഗീകരിച്ചില്ല.
അവർ വലിയ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ആയിരക്കണക്കിന് മൈൽ ആഴത്തിലേക്ക് ഡ്രില്ല് ചെയ്ത് ഭൂമിയുടെ ഉൾവശത്ത് എന്നപ്പോൾ ഭൂമി വെന്ത് തിളയ്ക്കുകയാണ്. ആ വെന്ത് തിളയ്ക്കുന്ന ദ്രാവകമാണ് ഭൂമിയുടെ മൃദുലമായ ഭാഗത്തൂടെ പൊട്ടി ഒഴുകുന്ന ലാവ. ശാസ്ത്രം പറഞ്ഞു, അയ്യോ അതൊരു അത്ഭുതമാണ്, ഭൂമിയുടെ ഉൾവശം വേകുന്നുവോ? റഷ്യയിലെ എർത്ത് റിസർച്ച് സെന്ററിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഭൂമിയെ തുരന്ന് ഉൾവശത്തെത്തി ഭൂമിയുടെ ഉൾവശം കത്തുന്നെന്ന് ലോകത്തോട് വിളിച്ചറിയിച്ചില്ലേ? ഇന്നേക്ക് ഏറെക്കുറെ 4000 വർഷങ്ങൾക്ക് മുൻപ് ഇയ്യോബ് പറഞ്ഞിരുന്നല്ലോ. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 5-ാം വാക്യം, ഭൂമിയുടെ പുറത്ത് മനുഷ്യൻ വേല ചെയ്യുന്നു, ഉള്ളവോ അത് വെന്ത് ഉരുകിക്കൊണ്ടിരിക്കുന്നു. വായിച്ചാട്ട്. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയാണ്. എത്ര വർഷം മുമ്പ് പറഞ്ഞതാണ് ഇതൊക്കെ? ഇവര് ഈ റിസർച്ച് നടത്തുന്നവരെ വേദപുസ്തകം വായിച്ചിട്ടാ എന്തെങ്കിലും കണ്ടെത്തി എവിടെയെങ്കിലും പോവുകയല്ല സഹോദരങ്ങളെ. ബൈബിളിൽ എന്തു പറഞ്ഞോ അതെല്ലാം റിസർച്ച് ചെയ്താണ് അവർ നീങ്ങുന്നത്. ഭൂമിയുടെ ഉൾവശം വെന്തരിയുന്നെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ലോകത്തെ അത് അറിയിച്ചപ്പോൾ ലോകം അമ്പരപ്പോടെ കേട്ടെങ്കിൽ ഇന്നേക്ക് 4000 വർഷങ്ങൾക്കപ്പുറം മനസാക്ഷികത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ച ഭക്തനായ ഇയ്യോബ് വളരെ വ്യക്തമായി പറഞ്ഞു, ഭൂമിയുടെ ഉൾവശം വെന്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാം വാക്കുകളും കൂടെ ശ്രദ്ധിപ്പാൻ നമുക്ക് സമയം പോരാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ഒരു വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ്. ഞാൻ വേഴ്സ് എവിടാന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. ലോകം ഇന്ന് ഏറ്റവും അധികം അംഗീകരിച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? പണ്ടൊക്കെ നമ്മൾ ഒപ്പിടുമായിരുന്നില്ലേ? ഒപ്പിട്ടായിരുന്നു നമ്മുടെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്. ശരീരത്തിലെ മറുവൊക്കെ അല്ലേ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ റെക്കോർഡിക്കലായിട്ട് എഴുതി കൊടുക്കുമ്പോൾ അല്ലെ മുതുകത്ത് മറുക്, മുഖത്ത് മറുക് ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളേ. കയ്യിലെ മറുകൊക്കെ ആയിരുന്നു അന്നത്തെ അടയാളം. ഇന്ന് പിന്നെ ഈ പുള്ളിയും പാണ്ടും മറുകൊന്നും വേണ്ട. ഇന്ന് ഏറ്റവും വ്യക്തമായ അടയാളം ഈ കൈരേഖയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കൈരേഖ. ലോകത്തിൽ 750 കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ. ഈ 750 കോടി ജനങ്ങൾ എത്ര വലിപ്പം കാണും? ഇത് കൂടി വന്നാൽ 1 ഇഞ്ച് സ്ക്വയർ കാണും. 1 ഇഞ്ച് സ്ക്വയർ വലിപ്പമേ നമ്മുടെ ഈ വലത് കൈയുടെ പെരുവിലിനുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 750 കോടി ജനങ്ങളുടെയും ഈ കൈരേഖകൾ വ്യത്യസ്തമാണ്. അംഗീകരിക്കാൻ നോക്കുമോ? ലോകം ഇന്ന് റെക്കോർഡിക്കലായി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആധാർ കാർഡിന് പോകുമ്പോൾ റെക്കോർഡ് എന്താ എടുക്കുന്നത്? ഒന്ന് നമ്മുടെ കണ്ണിന്റെ റെറ്റിന, കണ്ണിന്റെ ഉള്ളിലുള്ള റെറ്റിന. നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ അവറാച്ചൻ നേരെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നെങ്കിലും റെറ്റിനായിൽ പതിയുന്ന തലകീഴായിട്ടാണ്. പിന്നെ തലച്ചോറാണത് നേരെയാക്കി കാണിക്കുന്നത്. പണ്ടൊരിക്കൽ ഒരാൾ കണ്ണു തുറന്നപ്പോൾ പറഞ്ഞില്ലേ, മനുഷ്യനെല്ലാം മരം പോലിരിക്കുന്നു. അപ്പോൾ ഈ റെറ്റിന, കണ്ണിന്റെ ഉള്ളിൽ റെറ്റിനയുണ്ട്. നമ്മൾ ആധാർ കാർഡിന് പോയിട്ടുള്ളവർക്കറിയാം എന്താ റെക്കോർഡിങ്. ബയോമെട്രിക് ആയിട്ട് എടുക്കുന്ന ഏതാണ്? നമ്മുടെ കണ്ണിന്റെ റെറ്റിനായും നമ്മുടെ കൈയുടെ വിരലുമാണല്ലേ. എന്നാൽ കണ്ണിന്റെ റെറ്റിന മാറ്റിയെടുക്കാം. അത് വലിയ അത്ഭുതമല്ല. ഞാൻ യാദൃശ്യമായി അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവർ ആ ഹോസ്പിറ്റലിൽ കണ്ണിന്റെ റെറ്റിന മാറിയ ഒരാളെ കണ്ടു. സംസാരിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്ന് കണ്ണിന്റെ റെറ്റിന മാറി മടങ്ങിപ്പോകുന്ന ഒരാളെ ഞാൻ കണ്ടു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഈ വലത് കൈയുടെ പെരുവിരലില്ലേ, ഇതെല്ലാവരുടെയും വ്യത്യസ്തമാണ്. ലോകത്തിൽ ചിലയിടത്ത് ഒരേപോലെ 7 പേര് കാണുമെന്നൊക്കെയാണ് പറയുന്നത്. ചില ഇരട്ടകളെയൊക്കെ കണ്ടിട്ട് ഒരുപോലെ ഇരിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ ഒരുപോലെ, പ്രത്യേകിച്ച് ഒരേ വസ്ത്രമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കും തെറ്റിപ്പോകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ സകല മനുഷ്യൻ്റെയും ഈ കൈരേഖ വ്യത്യസ്തമാണ്. നിങ്ങളുടെ വലത് കൈയുടെ ഈ രേഖ ഇപ്പം ലോകം അംഗീകരിച്ചിരിക്കുന്ന എല്ലാറ്റിൻ്റെയും വ്യക്തമായ അടയാളം നിങ്ങളുടെ കൈരേഖയാണ്. ഭയങ്കരമല്ലേ? ഈ രേഖ വെച്ചാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത്. ഈ രേഖയാണ് മോഷ്ടാക്കളുടെ വ്യക്തമായ തെളിവ്. ഈ രേഖയാണ് എല്ലാ അന്തർദേശീയ കാര്യങ്ങളുടെ അടയാളം. ഇത് ലോകം ഒരു അത്ഭുതമായിട്ടല്ലേ കണ്ടത്? നിങ്ങൾ ഇനി എന്ത് ചെയ്താലും, ആസിഡിനകത്ത് മുക്കി കഴുകിയെടുത്താലും ഈ രേഖയ്ക്ക് മാറ്റം വരത്തില്ല. പക്ഷെ ബൈബിളിലുണ്ട്.
4000 വർഷം മുൻപ് ഇയ്യോബ് പറയുന്നു, നീ മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ചറിയേണ്ടതിന് അവന്റെ കയ്യിൽ രേഖ വരച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ട്. 37-ാം അധ്യായം 7-ാം വാക്യം. എല്ലാവരുടെയും ബൈബിളിലുണ്ട്. ഇയ്യോബ് 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും മനുഷ്യന്റെ കയ്യിൽ രേഖ വരച്ചിരിക്കുക. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അന്താരാഷ്ട്ര ഏത് കാര്യങ്ങളിൽ പോയാലും റിക്കാർഡിക്കൽ ഈ കൈ വലതു കൈയുടെ പെരുവിരല ഭയങ്കരമാണത്. ഒരു കാലം വരെ ഇതൊന്നും അംഗീകരിച്ചില്ല. പണ്ട് നമ്മൾ എന്നറിയാമോ, പഴയ അപ്പച്ചന്മാരൊക്കെ ഒപ്പിടുന്നുണ്ടില്ലേ. നമുക്ക് തിരുവല്ലായി ഞങ്ങളുടെ ട്രെയിനിങ് കാലത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, കുഞ്ഞുച്ചാനും കൊച്ചുകുഞ്ചാനും ഈ ബുക്കിലൊക്കെ ഒപ്പിടുമ്പം ഒരു നായുടെ മേളിൽ അടുത്ത ഇണ്ണ എഴുതി അടിയിൽ വരയിടുക. കുഞ്ഞുച്ചാൻ എഴുതുമ്പോൾ എന്ത് ചെയ്യും? കെ കൂടെ എഴുതിയേക്കും. കൊച്ചുകുഞ്ചാൻ എഴുതുമ്പം വെറും ഇണ്ണ എഴുതും, കുഞ്ഞുച്ചാൻ എഴുതുമ്പോൾ കെ 2 ഇണ്ണ എന്ന് പറഞ്ഞു വരയ്ക്കും. അക്കാലത്തെ അപ്പച്ചന്മാരുടെ ഒപ്പതാടാ. ചിലരൊക്കെ ഒപ്പിടുന്ന കണ്ടിട്ടില്ലേ? അതൊന്നും ഇന്ന് വലിയ കാര്യമൊന്നുമല്ല. ആ ഒപ്പ് അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ കൊടുത്താൽ അതെങ്ങനെയാണെന്നുള്ളത് സ്കാൻ ചെയ്ത് വ്യക്തമാക്കി പുറത്തു കൊണ്ടുവന്ന് ഏത് മിടുക്കനും ആ ഒപ്പ് അതുപോലെ ഇടാം. പക്ഷേ മനുഷ്യന്റെ കൈരേഖ മാറ്റാനൊക്കത്തില്ല. ബൈബിൾ പ്രവചനത്തെ നമ്മൾ പല ദിശകളായി തിരിച്ചപ്പോൾ അതിലെ ശാസ്ത്രീയ പ്രവചനമാണ് നാം വീക്ഷിക്കുന്നത്. മനുഷ്യരെ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് നീ അവന്റെ കൈകളിൽ രേഖകളെ വരച്ചിരിക്കുന്നു. എത്ര അത്ഭുതം! ലോകം ഇത് ഒരത്ഭുതത്തോടെ കാണുമ്പോൾ ബൈബിൾ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈരേഖ കണ്ടാൽ ഇന്ന് സുപ്രീം കോടതി പോലും കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് ഈ കൈരേഖയുടെ പിന്നിലാണ്. ആ രേഖ വ്യക്തമാണെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞാൽ അവൻ കുറ്റവാളിയാണെന്ന് സുപ്രീം കോടതിയും ഹൈക്കോർട്ടും പ്രഖ്യാപിക്കും. കാര്യം, ലോകം ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് വലതു കൈയുടെ പെരുവിരലിന്റെ അടയാളമാണ്. എത്ര വർഷം മുമ്പ് പറഞ്ഞു, നീ മനുഷ്യരെയും തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കൈകളിൽ രേഖ വരച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ സമയം അവസാനിക്കാറായി. അപ്പോൾ നിവർത്തിക്കപ്പെട്ട ചില പ്രവചനങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. നാം ആദ്യമായി എണ്ണക്കിണറുകളുടെ രഹസ്യം പഠിച്ചു. ഇലക്ട്രിസിറ്റി ബൈബിൾ പറഞ്ഞതാണെന്നുള്ളത് കണ്ടെത്തി. ആറ്റമിക് ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുന്നു, പക്ഷേ ഇത് പത്രോസ് കണ്ടെത്തിയതാണെന്ന് നാം ഗ്രഹിച്ചു. ഇതുപോലെ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകെട്ടിയത് നാസായുടെ ബുദ്ധിമണ്ഡലമാണെന്ന് ലോകം പറഞ്ഞു. അല്ല, പ്രവാചകന്റെ പ്രവചനമാണ്. ഭൂമിയുടെ അധോ ഭാഗം വെന്തരിയുന്നെന്ന് റഷ്യൻ എർത്ത് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഇയ്യോബ് പറയുന്നു. ഭൂമി വൃത്താകാരമാണെന്ന് ഗലീലിയോ കണ്ടുപിടിക്കുന്നു. പക്ഷേ ബൈബിൾ വർഷങ്ങൾക്ക് മുൻപേ പറയുന്നു. ഭൂമിയുടെ അധോഭാഗം വെന്തരിയുന്നെന്ന് ലോകം പറയുന്നു. പക്ഷേ ബൈബിൾ അത് എഴുതിയിരിക്കുന്നു. മനുഷ്യനെ തിരിച്ചറിയുവാൻ മനുഷ്യന്റെ കൈരേഖ ദേശീയ റെക്കോർഡായി ലോകരാഷ്ട്രങ്ങൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ബൈബിൾ അത് വ്യക്തമായി പറയുന്നു. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ 6 മാസം നിന്ന് പ്രസംഗിച്ചാലും ഈ ലോകത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ബൈബിളിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ്. നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളായാലും ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും കഴുകനെ പോലെ പറക്കുമെന്ന് ബൈബിളിലുണ്ട്. ബസ്രായുടെ അനർത്ഥത്തെ കണ്ടിട്ട് അടുത്ത കാലത്തെ ഇറാഖിനെ ആക്രമിക്കുവാൻ അമേരിക്കയും സഖ്യകക്ഷികളും കൂടെ വരുന്നത് ഇന്നേക്ക് 2600 വർഷം മുമ്പ് ഇരമ്യാവ് ബസ്രായുടെ മേൽ ശത്രു പറന്ന് കഴുകനെ പോലെ പറക്കുമെന്ന്, കഴുകനെ പോലെ പറന്ന് എന്ന് ബോംബിടുമെന്ന് എത്ര വർഷം മുമ്പ് ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. കഴുകനെ പോലെ മനുഷ്യൻ പറക്കുമെന്നുള്ള കണ്ടുപിടുത്തത്തിന്റെ പിന്നിലാണ് ഫ്ലൈറ്റ് കണ്ടെത്തിയത്. നമ്മൾ പോകുന്നില്ലേ ഫ്ലൈറ്റിലൊക്കെ കയറി? വിശുദ്ധന്മാർ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോകാറുണ്ട്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? 2 കുഞ്ഞു ബാലന്മാരാണ് ഇത് കണ്ടുപിടിച്ചത്. ദരിദ്രപ്പെട്ട പശ്ചാത്തലം. അവരുടെ അപ്പച്ചന് സൈക്കിൾ റിപ്പയറിംഗ് ജോലിയാണ്. ആ കുഞ്ഞു ബാലന്മാർ അപ്പച്ചനെ സഹായിക്കാൻ സൈക്കിൾ ശാലയിൽ പോകുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ വീടിന് പുറത്തുള്ള ഒരു സ്ഥലത്തിട്ട് ആഹാരം പാചകം ചെയ്യുകയാണ്. അടുപ്പ് കരിയില വെച്ച് കത്തിച്ചുകൊണ്ടിരുന്നു. അടുപ്പങ്ങ് കെട്ടുപോയി. കുഞ്ഞു ബാലനോട് പറഞ്ഞു, കുഞ്ഞു പോയി അതൊന്ന് ഊതി കത്തിക്കാൻ പറഞ്ഞു. ഈ കുഞ്ഞുബാലൻ മുട്ടുകുത്തി നിന്ന് അടുപ്പിലോട്ട് ഒറ്റ ഊതി ഉടനെ എന്ത് ചെയ്തു? കാറ്റിന്റെ
ചട്ടി കൊണ്ട് കരിയിലയിൽ കത്തിശേഷിച്ചതും ചാരത്തിന്റെ പൊടികളും പൊങ്ങിപ്പറക്കുന്നത് കണ്ടു. ആ കുഞ്ഞിങ്ങനെ അമ്പരന്ന് നോക്കി. ഭൂമിയിലേക്ക് ശക്തമായി വായു തള്ളിയാൽ ഒരു വസ്തുവിനെ ഭൂമിയിൽ നിന്ന് പൊക്കാമോ എന്നവൻ ചിന്തിച്ചു. അവന് കഞ്ഞി കുടിക്കുന്നതല്ല വിഷയം. അവൻ ചേട്ടനെ കൂടെ അടുക്കൽ വിളിച്ചു. രണ്ടുപേരും മുഴങ്കാൽ മടക്കി അടുപ്പിൽ ശക്തമായി ഊതിക്കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യം ഊതുമ്പോഴും ചാരം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലായി ഭൂമിയുടെ ആകർഷണ വലയത്തെ അതിജീവിക്കത്തക്കവണ്ണം ശക്തമായ മർദ്ദത്തോടുകൂടെ ഈ ഭൂമിയിലേക്ക് വായുവിനെ തള്ളിയാൽ ഉയരത്തിലേക്ക് പോകും. അത് അടുത്ത ശ്രമം. കഴുകൻ പറക്കുന്ന കണ്ടു. അതിന്റെ ചിറകിന്റെ ചലനശേഷി, അതിന്റെ വാലിന്റെ ചലന രീതി ഇത് വീക്ഷിച്ചുകൊണ്ട് ആദ്യമായി ഭൂമിയിൽ റൈറ്റ് സഹോദരന്മാർ 3 സെക്കൻഡ് അവരുടെ ഫ്ലൈറ്റ് പറപ്പിച്ചു. ഇപ്പോൾ ശബ്ദ തരംഗത്തെക്കാൾ അതിവേഗതയുള്ള സൂപ്പർ സോണിക് ഫ്ലൈറ്റുകൾ ആകാശത്ത് പറക്കുമ്പോൾ അതിന്റെ പിന്നിൽ വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞിരുന്നു, അന്നവർ കഴുകനെ പോലെ ആകാശത്ത് പറക്കുമെന്ന്. കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ആരാണ് നിൽക്കുന്നത്? ഇതിന്റെ എല്ലാം പിന്നിൽ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായ ബൈബിൾ തല ഉയർത്തി നിൽക്കുകയാണ്. അങ്ങനെ നിവർത്തിക്കപ്പെട്ട അനേക സംഭവം നമുക്ക് കാണാം. സമയം കഴിയുന്നു. ഇനി അടുത്തത് നിവർത്തിക്കപ്പെടാനുള്ള 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാനിപ്പോ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നിവർത്തിക്കപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവായ യേശുവിന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ രാഷ്ട്രീയ തടവുകാരനായി കിടക്കുമ്പോൾ തനിക്കുണ്ടായ ദൈവിക ദർശനത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് ഒരു സംഭവം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ്: അതിന്റെ തെരുക്കളിൽ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കാൻ കിട്ടും. വായിച്ചാട്ട 18-ലല്ലേ? 18-ന്റെ 13 കണ്ടില്ലേ? അവിടെ വലിയൊരു വ്യാപാരശാലയെ കുറിച്ച് പറയുമ്പോൾ 18-ലല്ലേ? വാക്യം അതാണോ? 18-ന്റെ 13 വായിച്ചു. നമ്മുടെ ഈ ലൂലു ഷോപ്പൊക്കെ ഉണ്ടല്ലോ, കയറുമ്പോഴൊക്കെ ഒന്ന് ഓർത്തോണേ. അതുപോലെ ഇറാഖിലൊരു വലിയൊരു മാള് വരും, വലിയൊരു മാർക്കറ്റ്. ആ മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങളുടെ പേരാണ്. ഒന്ന് വായിച്ചേ. ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ മതി. 2 കാര്യം മാർക്കറ്റിൽ കിട്ടുന്നതാണെന്ന്. മനുഷ്യന്റെ ദേഹം. കഴിഞ്ഞ ദിവസത്തെ പേപ്പർ നിങ്ങൾ വായിച്ചോ? ഒരു കുഞ്ഞു ബാലൻ മരിച്ചു. ഹാർട്ട്, ലിവറ്, കിഡ്നി, കണ്ണ് എല്ലാം പലർക്കും കൊടുത്തേച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയാലേ നമുക്ക് തൂക്കി മേടിക്കാവുന്ന ഹൃദയം, നല്ല ഹൃദയം ഇല്ലാത്തവരൊക്കെ മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ദൈവമക്കളെ. ഹൃദയം, കണ്ണൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പറയുകയാണ് മാർക്കറ്റിൽ അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും കിട്ടുമെന്നേ. നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു കണ്ണി പോയാൽ പേടിക്കണ്ട, ലക്ഷർ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. അവിടെ എല്ലാവരുടെയും നട്ടലിൻ്റെ കണ്ണി മേടിക്കാൻ കിട്ടും. ഇഷ്ടമുള്ള കണ്ണി ഇട്ട് തരും. നമ്മുടെ വണ്ടിയുടെയൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടേ ആ ബോണറ്റ് മാറും, ഡിക്കി മാറും, അത് വീൽ കപ്പ് മാറത്തില്ലേ? ഇതുപോലെ മനുഷ്യന്റെ അവയവം മാറും. എത്ര വർഷം മുമ്പാണ്? അക്കാലത്ത് വല്ല വൈദ്യന്മാരും അരകല്ലേൽ ഒരച്ച് വല്ല പച്ചമരുന്നും കൊടുക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ പറഞ്ഞു, ആ മാർക്കറ്റിൽ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടും, മനുഷ്യന്റെ ജീവപ്രാണൻ വിൽക്കപ്പെടും. എന്തൊരത്ഭുതം! നമ്മൾ മാർക്കറ്റിൽ പോയാൽ ചങ്കും കിട്ടും, കരളും കിട്ടും, കിഡ്നിയും കിട്ടും, കണ്ണും കിട്ടും. ഇനി എന്തെല്ലാം വേണോ അതൊക്കെ കിട്ടും. എത്ര വർഷം മുമ്പ് എഴുതിയിരിക്കുന്നല്ലേ? നമുക്കിപ്പോൾ വിശ്വസിക്കാനൊക്കത്തില്ല. ഹൃദയം ആരുടേതാണല്ലേ? ഇന്നത്തെ ദിവസവും നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടില്ലേ? വലിയ കത്തോലിക്ക അച്ഛനെ അനുമോദിച്ച് ഞാനവിടെ മുളന്തുരുത്തിയിലുള്ളപ്പോൾ അതിന് സമയമുള്ളൊരച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി ഒരു ഇസ്ലാമിക ബാലന് കൊടുത്ത സംഭവം വലിയ അത്ഭുതം തോന്നും. ഒന്നിച്ച് പോകുന്ന കൂട്ടത്തിൽ ബസ്സിൽ പോകുമ്പോൾ ഇവൻ ഇങ്ങനെ ക്ഷീണിതനായി ഇരിക്കുന്നു. അച്ഛൻ ചോദിച്ചു, നീ എന്താ പറ്റി? എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. പേര് നൗഷീർ എന്നങ്ങാണ്ട. നൗഷീറിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛോ ഇങ്ങനെയാണ്, എൻ്റെ 2 കിഡ്നിയും പോയി ഡയാലിസിസ് ചെയ്താ ജീവിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ വകയില്ല. അച്ഛൻ അങ്ങ് കരുണ തോന്നി. അച്ഛൻ അവനെ വിളിച്ച് ആശുപത്രിയിൽ ഈസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ 2 ഒരുപോലാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ ഒരു കിഡ്നി അങ്ങ് കൊടുത്തു.
മേൽപ്പട്ടക്കാർ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് അത് ചെയ്തതെന്ന്. ഈശോ തൻ്റെ രക്തം കൊടുത്താണ് എന്നെ മേടിച്ചതെന്ന്. ഓ, പരിശുദ്ധമായ രക്തം കൊടുത്താണ് ഈശോ എന്നെ മേടിച്ചത്, അതുകൊണ്ടാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന്. നമ്മുടെ ദൈവമക്കൾ അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. വേണ്ട പ്രിയമുള്ളവരെ, നിങ്ങൾ അത്രയും സ്നേഹത്തിനൊന്നും പോകണമെന്നും ഇല്ല. ആകയാൽ ഓർത്തുകൊള്ളണം, മാർക്കറ്റിൽ ഇത് കിട്ടും. വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ ജീവപ്രാണൻ ആ മാർക്കറ്റിൽ വിൽക്കാൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോയിക്കോ, മാർക്കറ്റിലെല്ലാം കിട്ടും. ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹാർട്ട് വേണോ, ലിവർ വേണോ, അസ്ഥികൾ വേണോ, പിന്നെ ശ്വാസകോശം വേണോ, നിങ്ങൾക്ക് എന്ത് അവയവമാണ് വേണ്ടിയത്? എത്ര വർഷം മുമ്പാ പറഞ്ഞത്? ഇത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണോ? ലോകത്തിന്റെ അത്ഭുതമാണോ? മെഡിക്കൽ ഫീൽഡ് ഇതിന് വലിയ വില കൽപ്പിക്കുന്നുവോ? ഇത് കണ്ടെത്തിയ ഡോക്ടർമാരെ അഭിമാനിപ്പാനൊന്നുമില്ല. ഭക്തനായ യോഹന്നാൻ വർഷങ്ങൾക്ക് മുൻപ് എഴുതി, അതിന്റെ വീതികളിൽ മനുഷ്യന്റെ മാംസവും മനുഷ്യന്റെ അവയവങ്ങളും മനുഷ്യന്റെ ജീവപ്രാണനും അവിടെ വിൽക്കപ്പെടും. ഇന്ന് മാർക്കറ്റിൽ കോമൺ ആയത്. ജീവപ്രാണൻ വിൽക്കാൻ കിട്ടും, അവയവങ്ങൾ വിൽക്കാൻ കിട്ടും, അസ്ഥി വിൽക്കാൻ കിട്ടും, കണ്ണ് എന്ന് വേണ്ട എല്ലാം വിൽക്കാൻ കിട്ടും. സംഭവം നിവൃത്തിയാണോ? ശാസ്ത്ര ലോകത്തേക്ക് ഒരു നിമിഷം കണ്ണോടിക്കൂ. വേദപുസ്തകം പറഞ്ഞതാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇനിയിപ്പോൾ നിവർത്തിക്കപ്പെടാനുള്ളത് നമുക്ക് എന്താണെന്നൊന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും തോന്നുന്നു. കിഡ്നിയുടെയും കരളിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞപ്പം ആർക്കാണ്ടൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ബാക്കി ആറ്റമിക്കൊന്നും പറഞ്ഞിട്ട് അത്രയും പിടികിട്ടിയിട്ടില്ല. എന്നാൽ ഒരു ചെറിയ രൂപരേഖ നിങ്ങൾ മനസ്സിലാക്കി കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തത് കണ്ടെത്തി, പക്ഷേ നിവർത്തിച്ചിട്ടില്ല. അത് രാസായുധമാണ്. രാസായുധം ലോകത്തിൽ ഇന്ന് വരെ രാസായുധം പൊട്ടിച്ചിട്ടില്ല. രാസായുധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളുടെ വർഷങ്ങളായി ഇറാഖിന്റെ പുറകെ നടന്ന് നായാട്ടുകാരൻ വേട്ടക്കോഴിയെ വേട്ടയാടുന്നത് പോലെ പുറകെ നടന്നില്ലേ? കാരണം പറയാമോ? ഇറാഖിന്റെ കയ്യിൽ ഈ രാസായുധം ഇരിപ്പുണ്ട്. ആറ്റം ബോംബിനേക്കാൾ ഭീകരന ഈ രാസായുധം അങ്ങോട്ട് ഇട്ടാൽ എന്താ സംഭവിക്കുന്നറിയോ? പൊട്ടി അങ്ങോട്ട് തെറിക്കും. പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇതിവിടോട്ടിട്ട് കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണും നാവും അങ്ങ് അഴുകിപ്പോകും. എന്തൊരു പ്രയോഗമാടാ അത്! ഇതങ്ങോട്ട് വീണ് പൊട്ടിയാൽ ഉടനെ അസ്ഥിയില്ലാത്ത അവയവം, നമ്മുടെ കണ്ണങ്ങ് കലങ്ങി അങ്ങ് ഒഴുകിപ്പോകും. നാവ് ഒഴുകി അവൻ കമന്ന് വീണങ്ങ് ചാകും. പ്രതിവിധിക്കൊന്നുമില്ല. ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ അരിപ്പെട്ടിക്കകത്ത് കയറുന്നൊരുത്തനുണ്ടല്ലോ, ബഹുമാനപ്പെട്ട പാറ്റ. അവന് വലിയ മാർക്കറ്റാ, നമുക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. നമ്മളെക്കാൾ വേറൊരു ഗുണമുണ്ട്. ഈ രാസായുധം പൊട്ടുമ്പോൾ ഇതിനെ പ്രതികരിക്കാനുള്ള ശേഷി ഈ പാറ്റായുടെ പുറന്തോടിന് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ അത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. ബാക്കിയെല്ലാം ഉരുകിപ്പോകും. ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ കയ്യിലും ബ്രിട്ടന്റെ കയ്യിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കയ്യിലും ഇസ്രായേലിന്റെ കയ്യിലും എല്ലാം രാസായുധം ഇരിപ്പുണ്ട്. എപ്പോഴാണ് പൊട്ടിക്കുന്നത്? സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അന്നാളിൽ ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നവനോട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അവൻ നിവർന്നു നിൽക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ തടത്തിൽ നിന്ന് അവന്റെ കണ്ണങ്ങ് അഴുകിപ്പോകും. വായിച്ചാട്ട്. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാണിത്. യഹോവ ദൈവം തമ്പുരാൻ ശിക്ഷിക്കാനുള്ള ശിക്ഷയാണിത്. വായിച്ചാട്ട്. അവർ നിവർന്നു നിൽക്കുമ്പോൾ, അവനങ്ങോട്ട് നേരെ നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ദൈവമക്കളെ, രാസായുധം കണ്ടുപിടിച്ചത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം. എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞത് 25 കൊല്ലമായിട്ടില്ല. മശിഹാ തമ്പുരാൻ ജനിക്കുന്നതിന് എത്ര വർഷം മുമ്പാണ് ആർമഗദോൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നവരോട് ചെയ്യാൻ പോകുന്ന പ്രയോഗമാണ് രാസായുധം. ആറ്റമിക്ക് ആരാ പറഞ്ഞത്? പത്രോസ്. ആകാശം കൊടുമുഴക്കത്തോടെ പോയി ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയഴിയുമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. രാസായുധം പൊട്ടിച്ചിട്ടില്ല, ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഇന്നും ഇവരുടെ കയ്യിലുണ്ട്, ഇറാഖിന്റെ കയ്യിലുണ്ട്. കാരണം ബൈബിളിൽ യെരമ്യാവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇറാഖിനെ കുറിച്ച്, നീ നാശപർവ്വതമാണെന്ന്. മുഴു ലോകത്തിന്റെയും നാശം നിന്നിൽ നിന്ന് വരുമെന്നൊരു വാക്കുണ്ട്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടനും അമേരിക്കയും ഇന്നും ഇറാഖിനെ അരിച്ചു പെറുക്കുന്നത്. രാസായുധം ഭയങ്കര ദ്രോഹിയാണ്. അവൻ പൊട്ടിച്ചാൽ നേരെ നിൽക്കുന്നവന്റെ കണ്ണ്
കണ്ണിന്റെ തടത്തിൽ നിന്ന് അങ്ങ് അലിഞ്ഞൊഴുകിപ്പോകും, നാവ് അഴുകിപ്പോകും. പാറ്റായുടെ പുറന്തോടുണ്ടല്ലോ, ആ പാറ്റായുടെ പുറന്തോടിന് മാത്രമേ തിരിച്ചു നിൽക്കാൻ ശേഷിയുള്ളൂ. അടുത്ത കാലത്ത് യുദ്ധം ഉണ്ടാക്കുമ്പോൾ അമേരിക്കയും സഖ്യകക്ഷിയും കൊണ്ട് ഇറാഖിനെ കയറി അടിച്ചു. ഇറാഖ് പറഞ്ഞു, ഭീതിപ്പെടുത്തി, ഞങ്ങളുടെ രാസായുധമുണ്ട്, ഞങ്ങൾ ഇപ്പം പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഇസ്രായേൽ റിസർച്ച് ചെയ്ത് അവരുടെ സൈനികർക്കും ജനങ്ങൾക്കും വേണ്ട ഹെൽമെറ്റ് കണ്ടെത്തി. ആ ഹെൽമെറ്റിന്റെ ബേസിക് സാധനം ഈ പാറ്റായുടെ പുറന്തോടിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ എത്ര സത്യമായില്ലേ? തീപ്പെട്ടി പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് പാവപ്പെട്ട സഖരിയ പ്രവാചകൻ പറയുകയാണ്, നിവർന്നു നിൽക്കുന്നവന്റെ കണ്ണിൽ നിന്ന് കണ്ണഴുകിപ്പോകും. എന്തൊരത്ഭുതമാണ്! സംഭവം സത്യമല്ലേ ദൈവമക്കളെ? സംഭവിച്ചിട്ടില്ല, അധികം വയ്യാതെ സംഭവിക്കാൻ പോകുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ശാസ്ത്രീയ ലോകം കണ്ടെത്തി ബൈബിൾ പറഞ്ഞതിൽ ഒരു വിഷയമാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യം. അത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. സർവ്വസാധാരണ പ്രസംഗവേളകളിൽ നിങ്ങൾ കേൾക്കാനുള്ള വിഷയമാണ്. വിഷയം മറ്റൊന്നുമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് 666 ഇതുവരെയും നടന്നിട്ടില്ല, നടക്കാൻ പോവാണ്. സിലിക്കൺ മൈക്രോ ചിപ്പ്. ചെറിയതാണ്, ചെറിയൊരു സാധനം. ഒരു നെല്ലരിയേക്കാൾ 1/3 വലിപ്പം. 3500ഓളം ഡിജിറ്റൽ വാക്കുകൾ കമ്പ്യൂട്ടറിൽ വെച്ച് അതിൽ സ്റ്റോക്ക് ചെയ്ത് മനുഷ്യന്റെ കയ്യിലോ നെറ്റിയിലോ കയറ്റാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊഷ്മാവ് നിൽക്കുന്നത് നെറ്റിയിലും കയ്യിലുമാണ്. ആകിയാൽ ഒരു ആന്റിബയോട്ടിക് മെഡിസിനോടുകൂടെ സിറിഞ്ച് ഉപയോഗിച്ച് നിങ്ങളുടെ ത്വക്കിന്റെ ഉള്ളിൽ അത് കയറ്റിയാൽ എല്ലാ റെക്കോർഡുകളും അതിൽ സൂക്ഷിക്കാം. കൈമേലോ നെറ്റിമേലോ ഏൽക്കേണ്ടി വരും. ഇന്ന് വരെയും ലോകത്തിൽ അത് പ്രായോഗികമായി വന്നിട്ടില്ല. ജർമ്മനിയിലെ ചില സമ്പന്നരായ ബിസിനസ്സുകാർ, അമേരിക്കൻ ആർമിയിലെ ചില ഓഫീസർമാരൊക്കെ അവരുടെ കൈമേൽ ഇതേച്ചിട്ടുണ്ട്. എന്നാൽ 2024 ഭാരതത്തിലെ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ക്രമീകരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇറങ്ങിയിരിക്കുന്നത്. എത്ര വർഷം മുമ്പുള്ളതാണ്? അടുത്ത കാലത്താണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇലക്ട്രോണിക്സ് കമ്പനിയായ മോട്ടോറോള കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഓസ്ട്രേലിയയിൽ റിസർച്ച് ചെയ്താണ് അവർ ഈ സിലിക്കൺ മൈക്രോ ചിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ലോകം അത് അംഗീകരിച്ചു, പ്രായോഗികമാക്കിയിട്ടില്ല. പക്ഷേ ബൈബിൾ പറയുന്നു ഇത് ലോകത്തിലേക്ക് വരും. കഴിഞ്ഞ കാലങ്ങളിൽ ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ബൈബിൾ പ്രവചനം സത്യമായിരുന്നെങ്കിൽ ഭാവി കാര്യങ്ങൾ പറയപ്പെടുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ പ്രവചനങ്ങളുടെ ഭാഗങ്ങളെ നമ്മൾ ചിന്തിച്ചപ്പോൾ ശാസ്ത്രീയ പ്രവചനങ്ങളുടെ ഭാഗമാണ് ഒന്നാമത് നാം ചിന്തിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, 1000 വർഷം നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ചെറിയ കണ്ടുപിടുത്തത്തിന്റെ പിന്നിലും ഇതൊക്കെയുണ്ട്. രാസായുധം കണ്ടെത്തി പ്രയോഗിച്ചിട്ടില്ല. രാഷ്ട്രങ്ങളുടെ ആയുധപ്പുരകളിൽ അതിരുന്ന് അട്ടഹസിക്കുകയാണ്. 666 സിലിക്കൺ മൈക്രോ ചിപ്പ് ശാസ്ത്രം കണ്ടെത്തി. മനുഷ്യൻ അത് പ്രായോഗികമാക്കിയിട്ടില്ല. പക്ഷേ അധികം മുമ്പ് വരും. മുൻകാലത്ത് പ്രവാചകന്മാർ പ്രവചിച്ചത് ശാസ്ത്രം കണ്ടെത്തി ലോകം അംഗീകരിച്ചെങ്കിൽ ഇനിയും പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളതൊക്കെയും ലോകത്തിൽ നിവർത്തിക്കപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളുടെ ഒന്നാമത്തെ ഭാഗമാണ് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും സംഭവിപ്പാൻ പോകുന്നതുമായ ചില ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പഠിച്ചു. ഇനി ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 7 ഭാഗമായി തിരിച്ചതാണ്. എല്ലാം കൂടെ നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അടുത്തൊരു വിഷയം, രണ്ടാമത്തെ പ്രവചന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പ്രവചന വരികളാണ് മശിഹായെ കുറിച്ചുള്ള പ്രവചനം. ഈ 1000ഓളം പ്രവചനത്തെ നമ്മൾ പല ദിശകളായിട്ടാണ് തിരിച്ചത്. ഒന്നാമത്തേത് ശാസ്ത്രീയ പ്രവചനങ്ങളായിരുന്നു. രണ്ടാമത്തേത് മശിഹായെ കുറിച്ചുള്ള പ്രവചനം. മശിഹായെ കുറിച്ചുള്ള പ്രവചനം നിങ്ങൾ പഠിക്കുമ്പോൾ പുരാതന യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ നിന്ന് ബൈബിളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രവചന വാക്കുകളിൽ ഏറെക്കുറെ 49 പ്രവചനങ്ങൾ മശിഹായെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. തെളിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന പ്രവചനം പഠിച്ചാൽ ഏറെക്കുറെ 156 പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ചുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ 49 പ്രവചനങ്ങളുണ്ട്. അതിൽ ഏറെക്കുറെ 40ഓളം പ്രവചനങ്ങൾ ലോകത്തിൽ നിറവേറി കഴിഞ്ഞു.
ശേഷിപ്പുള്ള ഏറെക്കുറെ 9ഓളം പ്രവചനം, ബലപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമായ 9ഓളം പ്രവചനം ഇനി നിവർത്തിക്കപ്പെടാനുണ്ട്. ബൈബിൾ പ്രവചനങ്ങളെ നമ്മൾ പല ഭാഗമായി തിരിച്ചു. അതിൽ മശിഹായെ കുറിച്ചുള്ള പ്രവചനം, മശിഹ ജനിക്കുന്നതിന് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. മശിഹ ജനിക്കുന്നതിന് ഏറെക്കുറെ 700 വർഷം മുമ്പ് മശിഹായുടെ ജനനാവസ്ഥ പറഞ്ഞു. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെയാണ്: കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രവചനം ഉണ്ടായത്. നിങ്ങൾ വീടുകളിൽ പോയി വായിച്ചാട്ട് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. സംഭവം ഏറെക്കുറെ 700 വർഷത്തിന് ശേഷം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ 700 വർഷത്തിന് ശേഷം നിവർത്തിക്കപ്പെടുന്നു. അടുത്തത്, യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്. ഇശായിയുടെയും ദാവീദിന്റെയും ജന്മദേശവും ആട്ടിടയന്മാർക്ക് അവകാശമായി കിട്ടിയ ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് ഏറെക്കുറെ 530 വർഷം മുമ്പ് മീഖാ പ്രവാചകൻ പ്രവചിച്ചു. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം നിവർത്തി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. യേശു ജനിക്കുമ്പോൾ യേശു മിസ്രൈമിലേക്ക് ഓടിപ്പോകുമെന്ന് ഏറെക്കുറെ 680-ഓളം വർഷങ്ങൾക്കപ്പുറം ഹോശയ്യാവ് പ്രവചിച്ചിരുന്നു. ഹോശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം നിവർത്തിക്കപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം. യേശു ജനിക്കുമ്പോൾ ദുഷ്ടനായ ഹേരോദാവ് കുഞ്ഞുങ്ങളെ കൊന്നുമുടിക്കുമെന്ന് മശിഹ ജനിക്കുന്നതിന് 600ഓളം വർഷങ്ങൾക്ക് മുൻപ് യിരെമ്യാവ് പ്രവചിച്ചു. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 15-ാം വാക്യം നിവർത്തി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 17-18 വാക്യം. എല്ലാം കൂടെ നിങ്ങൾക്ക് എഴുതാനും കേൾക്കാനും ഒക്കത്തില്ല, എന്നാലും നിങ്ങൾക്ക് ഇത് പരിചയമുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിവേഗം പറയുന്നത്. കർത്താവായ യേശു ആലയത്തിൽ വന്ന് ചമ്മട്ടി ഉണ്ടാക്കി അവിടെയുള്ള കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കി. വർഷങ്ങൾക്ക് മുൻപേ 950 വർഷം മുൻപേ ദാവീദ് പ്രവചിച്ചിരുന്നു. ദാവീദ് പറഞ്ഞു, ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. താഴേക്ക് നമുക്ക് കടന്നു വരാം. മശിഹ തമ്പുരാനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. സക്കരിയ പ്രവാചകൻ പറഞ്ഞു 30 വെള്ളിക്കാശിന് അവനെ ഒറ്റിക്കൊടുക്കും. യേശുവിന്റെ ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോകുന്നു. സക്കരിയാവ് പറഞ്ഞു, അവൻ ഇടയൻ വെട്ടേക്കും, ആടുകൾ അവനെ വിട്ട് ഓടിപ്പോകും. കർത്താവായ യേശു രാത്രി 11 മണി തുടങ്ങി രാവിലെ 11 മണി വരെ 24 മണിക്കൂറിൽ 4 കോടതിയിൽ 5 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. സംഭവം യാദൃശ്യമല്ല, അത് യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ്. യേശുവിന്റെ മുതുക് ഉഴവുചാല് പോലെ കീറി. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൽ, ഞാൻ എന്റെ മുതുക് അവർ ഉഴവുചാല് പോലെ കീറി. കർത്താവായ യേശുവിന്റെ കൈകാലുകളിൽ ആണികൾ അടിച്ചു. യേശു ജനിക്കുന്നതിന് 950 വർഷം മുമ്പ് 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രവചിച്ചു. യേശുവിന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നു, തന്റെ സമീപത്ത് കിടക്കുന്ന ദുഷ്പ്രവർത്തിക്കാരൻ തന്നോട് യാചിക്കുന്നു, അവന് വിടുതൽ കൊടുക്കുന്നു. 22-ാം സങ്കീർത്തനത്തിന്റെ അവസാന വരികൾ, യേശു കൈപ്പുകാടി കുടിക്കുന്നു, യേശു പിതാവിനെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു, യേശു പാതാളത്തിലേക്ക് പോകുന്നു. അത് ബൈബിളിൽ ദാവീദ് എഴുതിയിരിക്കുകയാണ്. മശിഹായുടെ ക്രൂശ് മരണം ദാനിയേൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ഏറെക്കുറെ 49-ൽ 40 പ്രവചനം നിവർത്തിയായി. അത് തന്നെ നമ്മൾ പഠിക്കാൻ പോയാൽ ഒരുപാട് സമയം വേണം. ഞാൻ ഓടിച്ചാണ് പറഞ്ഞത്. മശിഹായുടെ ജനനം തുടങ്ങി നിത്യതയിലെ രാജ്യത്വം വരെ ഉള്ളതിൽ ഒരേ ഒരു കാര്യമേ പ്രവചനത്തിൽ ഇല്ലാത്തതുള്ളൂ. അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പ്രവചനത്തിലില്ലാത്തൊരു കാര്യം നടന്നിട്ടുണ്ട്. എന്താന്ന് പറയാമോ? നമ്മുടെ ബഹുമാനപ്പെട്ട പത്രോസ് യേശുവിനെ തള്ളിപ്പറച്ചു. അത് പ്രവചനത്തിലില്ല. യൂദാ ഒറ്റിക്കൊടുക്കുമെന്ന് പ്രവചനത്തിലുണ്ട്, പക്ഷെ പത്രോസ് തള്ളിപ്പറയുമെന്ന് പ്രവചനത്തിലില്ല. അതിവേഗത കൊണ്ട് അങ്ങ് അബദ്ധം സംഭവിച്ചതാണ്. ശേഷിപ്പുള്ള ചെറിയ ചലനങ്ങൾ പോലും പുസ്തക ചുരുളിൽ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും ശേഷിപ്പുള്ള പ്രവചനങ്ങൾ എന്തായിരിക്കും? കഴിഞ്ഞ കാലത്ത് മുൻഗാമികളായ പ്രവാചകന്മാർ മശിഹായെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങളൊക്കെയും ലോകത്തിൽ നിറവേറി ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർത്തെങ്കിൽ ഇനിയും വരുവാനുള്ള പ്രവചനം നിവർത്തിയാകും. എന്തായിരിക്കും അടുത്ത പ്രവചനം? അടുത്തത് നമ്മുടെ യേശു
മടങ്ങി വരും. സിയോൻ പുത്രിയേ, നിന്റെ രക്ഷ വരുന്നെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ്. പൗലോസ് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുന്നു. ആ പ്രവചനം നിവൃത്തിയാകും. അടുത്തത്, അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ ചവിട്ടും. സക്രിയ പ്രവചനം 14-ാം അധ്യായം. സംഭവം നടന്നിട്ടില്ല, ഹർമഗദോൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ നടക്കും. അടുത്തത്, അവൻ 1000 ആണ്ട് വാഴ്ച വാഴും. ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞു, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. സംഭവം നടന്നിട്ടില്ല, 1000 ആണ്ട് വാഴ്ചയിൽ ആ പ്രവചനം നിവൃത്തിയാകും. അടുത്തത്, ഗോഗ് മഗോഗ് എന്ന യുദ്ധത്തിൽ യേശുവും വിശുദ്ധന്മാരും കൂടെ വന്ന് ദുഷ്ടനെയും പിശാചിനെയും ന്യായം വിധിക്കും. സംഭവം നടന്നിട്ടില്ല, നടക്കാൻ പോകുകയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചു. സംഭവം നടന്നിട്ടില്ല, അത് നടക്കാൻ പോകുന്ന പ്രവചനമാണ്. 49 പ്രവചനങ്ങളിൽ 40 പ്രവചനം നിറവേറി ലോക ചരിത്രത്തിൽ എഴുതി ചേർത്തെങ്കിൽ ശേഷിപ്പുള്ള 9 പ്രവചനവും നിവർത്തിയാകും. മശിഹ കാഹളധ്വനിയോടെ മടങ്ങി വരും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രവചനങ്ങളൊക്കെയും പരിശുദ്ധാത്മാവിനാൽ പിതാക്കന്മാർ അരുളി ചെയ്തതാണ്. പ്രിയ ദൈവമക്കളെ, മുൻഗാമികളായ വിശുദ്ധന്മാർ പ്രവചിച്ച് ഈ വാക്കുകളൊക്കെയും തിരുവെഴുത്തിൽ എഴുതി ചേർത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരെക്കാൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. ആ പ്രവചനങ്ങൾ ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ മണ്ഡലത്തിൽ പ്രവചനം നിവർത്തിയാകുന്നു. മശിഹായുടെ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിയാകുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നെങ്കിൽ ശേഷിപ്പുള്ള ദിനങ്ങൾ നമുക്ക് ശേഷിപ്പുള്ള പ്രവചനങ്ങളുടെ ഒരു ചെറിയ രൂപരേഖ ഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശുവിനെ കണ്ടെത്താൻ ഭാഗ്യം ലഭിച്ചല്ലോ. ഈ വിശുദ്ധ തിരുവെഴുത്ത് മാറോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ഈ വചനം വിശ്വസിക്കുവാൻ, ഇത് മാനവരാശിയോട് പ്രസംഗിക്കുവാൻ ഭൂമിയിൽ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. കോടിക്കണക്കിന് മനുഷ്യർക്ക് മറഞ്ഞുകിടന്ന സ്വർഗരാജ്യത്തിന്റെ മർമ്മം ഏഴകളായി നമുക്ക് സ്വർഗം വെളിപ്പെടുത്തി തന്നല്ലോ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ മശിഹായെ കുറിച്ചുള്ള പ്രവചനം നിറവേറിയെങ്കിൽ എത്രയും വേഗം ശേഷിപ്പുള്ള പ്രവചനം നിവൃത്തിയാകും. അതിലേറ്റവും വലുത്, ഇതാ നിന്റെ രക്ഷ വരുന്നു. സിയോൻ പുത്രിയേ, നിന്റെ രക്ഷ വരുന്നു. അവന്റെ വാക്കൽ കൂലിയും പ്രതിഫലമുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ അവൻ സ്വർഗത്തിൽ നിറങ്ങി വരും. അവന്റെ വരവിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ടിടുന്നു പല ദർശന വചനങ്ങൾ നിറവേറുന്നു. കണ്ടിടുന്നു പല ദർശന വചനങ്ങൾ നിറവേറുന്നു.